നമസ്കാരം. ജീവൻ്റെ വിലയുള്ള ഒരു വിഷയമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, രോഗചികിത്സ. ചികിത്സകളെക്കുറിച്ചും ഇതര ചികിത്സകളെക്കുറിച്ചും അതിന് പിന്നിലുള്ള സയൻസിനെക്കുറിച്ചും കുറച്ചധികം കാര്യങ്ങൾ പറയേണ്ടതൊരാവശ്യമാണ് എന്നിവിടെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോയ്ക്ക് ഒരല്പം നീളക്കൂടുതൽ പ്രതീക്ഷിക്കണം. ബോറടിക്കുന്നുണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് നിർത്തിപ്പോകാം. പക്ഷേ ഈ കഥ അവസാനം വരെ കേൾക്കണം എന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. കാരണം ഇത് ജീവൻ്റെ വിലയുള്ള വിഷയമാണ് എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. നമുക്കൊരു അസുഖം വന്നാൽ നമുക്കതിൽ നിന്നും മോചനം കിട്ടാൻ വേണ്ടി നമ്മളതിനെ ചികിത്സിച്ച് ഭേദമാക്കാൻ ശ്രമിക്കും. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ അസുഖങ്ങൾക്ക് അല്ലെങ്കിൽ രോഗങ്ങൾക്ക് പരിഹാരമായിട്ട് പലതരം ചികിത്സാ രീതികൾ നിലവിലുണ്ട്. ഇപ്പോൾ നമ്മൾ അലോപ്പതി, ഹോമിയോപ്പതി, നാച്ചുറോപ്പതി, അങ്ങനെ പല പേരുകളുടെ പേരിൽ, അത് പല പതികളുടെ പേരിൽ നമ്മളിത് കേൾക്കാറുണ്ട്. ഇതിൽ പലതിനെയും നമ്മൾ ആൾട്ടർനേറ്റീവ് മെഡിസിൻസ് എന്നും അല്ലെങ്കിൽ സ്യൂഡോ സയൻറ്റിഫിക് മെഡിസിൻസ് എന്നും അൺസയൻറ്റിഫിക് മെഡിസിൻസും എന്നൊക്കെ വിശേഷിപ്പിക്കുന്നതും കേട്ടിട്ടുണ്ടായിരിക്കും. ഇങ്ങനെയുള്ള ചർച്ചകൾ വരുമ്പോഴൊക്കെ പലപ്പോഴും ആളുകൾ ഒഫൻഡഡ് ആകാറുണ്ട്. അതിൻ്റെ പേരിൽ അവർ ദേഷ്യപ്പെടാറുണ്ട്. പിന്നെ മരുന്ന് മാഫിയ, ഇങ്ങനെയൊക്കെയുള്ള പല പല വാക്കുകൾ കൊണ്ട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്നതൊക്കെ കാണാറുണ്ട്. നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു വിഷയത്തിൻ്റെ ഒരു ഓവർവ്യൂ ആണ്. എന്താണ് ചികിത്സ, എങ്ങനെയാണ് ചികിത്സ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സയൻറ്റിഫിക്കോ അൺസയൻറ്റിഫിക്കോ ആകുന്നത്. ഇത് സയൻസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാനലാണ്. ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ പൊതുവെ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അഡ്വക്കേറ്റ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇവിടെ ചികിത്സ സയൻറ്റിഫിക് ആകുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പക്ഷേ ഞാനിങ്ങനെ സംസാരിക്കുമ്പോഴല്ല, എനിക്ക് നേരിട്ടുള്ള അനുഭവം എന്ന് പറയുന്നത് ആളുകൾ എനിക്ക് അനുഭവമുണ്ട് എന്ന ന്യായം പറഞ്ഞ് മറ്റ് പല അൺസയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളെയും അതിൻ്റെ പേരിൽ പാസ്സാക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചർച്ച നമുക്ക് എൻ്റെ അനുഭവം വെച്ച് തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. കുട്ടിക്കാലം മുതൽ എനിക്ക് ആസ്മയുടെ പ്രശ്നമുണ്ട്. ഞാനറിയില്ല, ശ്വാസം എടുക്കാൻ ചില സാഹചര്യങ്ങളിൽ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അത് കുട്ടിക്കാലത്ത് വന്നിരുന്നു. ഒരു 10-12 വയസ്സൊക്കെ ആയപ്പോൾ പിന്നെ അത് വരാൻ തുടങ്ങി. അപ്പോൾ സാധാരണ എല്ലാ പാരൻസിനും ഉള്ളതുപോലെ എൻ്റെ വീട്ടുകാർക്കും ഇതിനകത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ എങ്ങനെയെങ്കിലും ചികിത്സിക്കണം, ഇതെങ്ങനെയെങ്കിലും മാറ്റിയേ പറ്റൂ. പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു 12 വയസ്സിന് ശേഷം പിന്നെയും ആസ്മ വരികയാണ്. കുട്ടികൾക്ക് വരുന്നൊരു കുഴപ്പമില്ല, 12 വയസ്സൊക്കെ കഴിഞ്ഞിട്ടും വരുന്നുണ്ടെങ്കിൽ അത് ജീവിതകാലം മുഴുവൻ ആ രോഗം നമ്മളെ അലട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ വീട്ടുകാർക്കൊരു പേടി വന്നു, മകൻ ജീവിതകാലം മുഴുവൻ ഒരു ആസ്മ രോഗിയായിട്ട് ജീവിക്കേണ്ടി വരുമോ എന്നുള്ളത്. അപ്പോൾ അവർ പരക്കം പായാൻ തുടങ്ങി. എങ്ങനെയെങ്കിലും ഇത് ചികിത്സിച്ച് ഭേദമാക്കിയേ പറ്റൂ. പല മരുന്നുകളും കഴിച്ചു, ഭേദമായില്ല. ചികിത്സാ രീതി മാറ്റി. അതായത് അലോപ്പതി വേണ്ട, ഹോമിയോപ്പതി മതി എന്ന് ഞാൻ ഹോമിയോപ്പതിയെ കാണിച്ചു, ശരിയായില്ല. അപ്പോൾ കൂടുതൽ മികച്ച ഹോമിയോ ഡോക്ടറെ കാണുന്നതിന് ശ്രമം നടത്തി. ഇങ്ങനെ പലതരത്തിലുള്ള ശ്രമങ്ങൾക്കിടയിൽ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇത് ഓർമ്മിക്കാനും ശ്രദ്ധിക്കാനും ഒക്കെയുള്ള പ്രായമാകുമ്പോഴാണ് ഞാൻ ഈ ചികിത്സയുടെ പല കാര്യങ്ങളും ശ്രദ്ധിച്ചു തുടങ്ങുന്നത്. എനിക്ക് ഓർമ്മയുള്ളത്, ഞാൻ ആദ്യം എൻ്റെ ഓർമ്മയുള്ളൊരു ഹോമിയോ ഡോക്ടർ, അദ്ദേഹം ഇതിന് കണ്ടെത്തിയ കാരണം എൻ്റെ മൂക്കിൻ്റെ പാലത്തിന് ഒരു വളവുണ്ട് എന്നുള്ളതാണ്. ഈ മൂക്കിൻ്റെ പാലത്തിന് വളവുള്ളത് കൊണ്ട് എൻ്റെ ഭാഗത്ത് എന്തോ ഒരു ഗ്രോത്ത് ഉണ്ട്. ആ ഗ്രോത്ത് മുറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളരെ സുഖമായിട്ട് ശ്വാസം എടുക്കാൻ തുടങ്ങും. അതിന് കൂടെ അദ്ദേഹം ഒരു ഉപദേശം കൂടെ എനിക്ക് തന്നു, ചായയും കാപ്പിയും ഒഴിവാക്കണം. അപ്പോൾ ആസ്മയിൽ നിന്നും എനിക്ക് കരകയറാൻ മൂക്കിൻ്റെ വളവ് നിവർത്താനുള്ള ഒരു സർജറിയാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്. അതിന് ഒരു ENT സ്പെഷ്യലിസ്റ്റിനെ കാണണമെന്നാണ് അദ്ദേഹം ഡയറക്റ്റ് ചെയ്തത്. കൂടെ ചായയും കാപ്പിയും ഒഴിവാക്കാനും പറഞ്ഞു. ഇതെനിക്ക് ഓർത്തിരിക്കാൻ കാരണം, ഇതിനെ തുടർന്ന് എൻ്റെ അച്ഛനും ഞാനും കൂടെ ഒരു ENT സർജനെ കാണാൻ ചെന്നു. ഞങ്ങളുടെ ആവശ്യം മൂക്കിൻ്റെ ഈ വളവ് നികത്തി ഇതിനകത്ത് വളരുന്ന ആ ഗ്രോത്ത് മുറിച്ച് കളയാനുള്ള സർജറി ചെയ്യുക എന്നുള്ളതാണ്. ആ ഡോക്ടർ അല്പം പരുഷമായിട്ടാണ് പ്രതികരിച്ചത്. നിങ്ങൾ സർജറി ചെയ്യാൻ തീരുമാനം എടുത്തു കഴിഞ്ഞിട്ട് എന്നെ വന്ന് കാണേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് തന്നെ അതും കൂടെ അങ്ങ് ചെയ്താൽ പോരെ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അദ്ദേഹത്തിനെ നീരസം ഉണ്ടാക്കിയത്, നിങ്ങളോട് ആര് പറഞ്ഞു ഈ സർജറി ചെയ്ത് നിങ്ങൾക്ക് ആസ്മ സുഖപ്പെടുത്താമെന്ന്. അതായത് മൂക്കിൻ്റെ പാലത്തിനുള്ള വളവ് സാധാരണമായ ഒരു കാര്യമാണ്. അത് ഒരു ഭാഗത്തേക്ക് ആ മൂക്കിൻ്റെ പാലം വളഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ എയർവേ വളഞ്ഞു കഴിഞ്ഞാൽ മറുവശത്ത് നിന്ന് ആ വളവിനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന ഗ്രോത്ത് ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നൊരു നിർബന്ധമില്ല. ആസ്മയ്ക്ക് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ നിങ്ങളത് മുറിച്ച് കളയാൻ എൻ്റെ അടുത്തോട്ട് തീരുമാനം എടുത്തിട്ട് വരേണ്ട കാര്യമില്ല, ഞാനത് ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ ചായയുടെയും കാപ്പിയുടെയും കാര്യം എനിക്ക് ഓർമ്മയുണ്ട്, അത് ആ ഡോക്ടറോട് സംസാരിച്ചിട്ടില്ല. പറഞ്ഞു വരുമ്പോൾ ആ ഡിസ്കഷൻ അവിടെ അവസാനിച്ചു. എനിക്ക്
ആസ്മ തുടർന്നു. പിന്നെ ഞാനൊരു നാച്ചുറോപ്പതി പ്രാക്ടീസ് ചെയ്യുന്ന ആളിൻ്റെ അടുത്ത് പോയി. അദ്ദേഹം എന്തൊക്കെയോ രസായനമാണ് സജസ്റ്റ് ചെയ്തത്. അതിനിടയിൽ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള, പേരെടുത്ത് പറയുന്നില്ല, വളരെ ഫേമസ് ആയിട്ടുള്ള, ഒരുപാട് രീതിയിൽ പേരെടുത്തിട്ടുള്ള ഒരു ആയുർവേദ ഡോക്ടറെ കാണാൻ ചെന്നു. അദ്ദേഹത്തെ റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം സുപരിചിതമാണ് മറ്റ് മാധ്യമങ്ങളിൽ കൂടെ. അദ്ദേഹത്തോട് എൻ്റെ അച്ഛൻ ശ്വാസം മുട്ടലുണ്ട് എന്ന് പറഞ്ഞതും അദ്ദേഹത്തിൻ്റെ നെഞ്ചത്തേക്ക് കൈയുടെ പുറം ഭാഗം കൊണ്ടൊന്ന് തട്ടിയിട്ട് അതൊക്കെ ശരിയായിക്കോളും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ബ്രാൻഡഡ് മരുന്നിൻ്റെ 8 ബോട്ടിലുകൾ കഴിക്കാനാണ് എന്നോട് ആവശ്യപ്പെട്ടത്. അതിലെനിക്ക് ഈ സംഭവം ഓർത്തിരിക്കാനുള്ള കാരണം, എൻ്റെ നെഞ്ചിൻ്റെ പുറത്ത് ഈ പുറം കൈ കൊണ്ടുള്ള ഒരു തട്ട് മാത്രമാണ് അദ്ദേഹം എനിക്ക് നടത്തിയ ചികിത്സ, അല്ലെങ്കിൽ എൻ്റെ ദേഹത്തിൽ അദ്ദേഹം നടത്തിയ പരിശോധന. അദ്ദേഹത്തിന് എൻ്റെ രോഗത്തെക്കുറിച്ചുള്ള വിവരം എൻ്റെ അച്ഛൻ പറഞ്ഞ ഒരു സെൻറ്റൻസാണ്, ഇവന് ശ്വാസം മുട്ടലുണ്ട്. ഇത്രയും കുറഞ്ഞ ഇൻഫർമേഷനിൽ നിന്നും ഇത്രയും ചെറിയ ഇൻ്റർവെൻഷൻ കൊണ്ട് രോഗം മനസ്സിലാക്കി ചികിത്സ നിർദ്ദേശിക്കാനുള്ള ആ കഴിവ്, അത് ഭീകരമായിരുന്നു. ഞാൻ ആ 8 ബോട്ടിലും കഴിച്ചു. എൻ്റെ അസുഖത്തിനൊരു മാറ്റവും ഉണ്ടായില്ല. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ നാച്ചുറോപ്പതിയെ കാണാൻ പോകുന്നത്. ഇതിനിടയ്ക്ക് എൻ്റെ ജീവിതത്തിൽ പല ലൈഫ് സ്റ്റൈലുകൾ മാറുന്നുണ്ടെന്ന് ആലോചിക്കണം. അപ്പോൾ പല മരുന്നുകളും കഴിക്കുന്നതോടൊപ്പം എൻ്റെ ജീവിതത്തിലും പല മാറ്റങ്ങൾ വരുന്നുണ്ട്. ഞാൻ പഠിക്കുന്ന സ്കൂൾ മാറുന്നുണ്ട്, ഞാൻ കോളേജ് വിദ്യാർത്ഥിയാകുന്നുണ്ട്, എൻ്റെ യാത്രാ രീതി മാറുന്നുണ്ട്. ഇങ്ങനെ പല മാറ്റങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. കുറച്ച് നാളത്തേക്ക് ഇതിൻ്റെ അസുഖം പതിയെ മാറി നിന്നു. അപ്പോൾ അന്ന് ഞാൻ കരുതിയത് ഈ രസായനം പോലെ എന്തോ ഉടുമ്പ് രസായനമാണെന്നാണ് എൻ്റെ ഓർമ്മ. എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു സംഗതി കഴിച്ചതുകൊണ്ടാണ് ഇത് മാറിയെന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുകയാണ്. പക്ഷേ ഞാനൊരു പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞപ്പോൾ ഇത് പിന്നെയും എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ തുടങ്ങി. അന്ന് ഞാൻ വീട്ടിൽ നിന്നും ഹോസ്റ്റലിലേക്ക് താമസം മാറിയ ശേഷമാണ് ഈ ഒരു പ്രശ്നം പിന്നെ അത് കുറയുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. അത് ഞാൻ അവഗണിക്കാൻ ശ്രമിച്ചു. അപ്പോഴൊക്കെ അത് വഷളായി വരുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ഞാനൊരു ട്രെയിൻ മൂവ് ചെയ്ത് തുടങ്ങുന്ന സമയത്തൊന്ന് ധൃതി പിടിച്ച് ട്രെയിനിലേക്ക് കയറാൻ ശ്രമിച്ചപ്പോൾ ശ്വാസം എടുക്കാൻ കഴിയാതെ ഞാൻ സ്റ്റക്കായി. അപ്പോൾ ഞാൻ ശരിക്കും ഒന്ന് പേടിച്ചു. എനിക്ക് വളരെ ഗൗരവമുള്ള എന്തോ പ്രശ്നത്തിലേക്കാണ് ഞാൻ പോകുന്നത് തോന്നി. ഞാൻ ഒരിക്കൽ കൂടി പിന്നെയും ഒരു ഡോക്ടറെ ചെന്ന് കണ്ടു. ഞാൻ അതുവരെ അതിന് മുമ്പ് പല കാര്യങ്ങളും ഇങ്ങനെ തട്ടി അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇത് ഇൻഹെയിലർ എടുക്കുന്നതാണ് ഇതിനകത്ത് നല്ലത്. എൻ്റെ സഡനായിട്ടുള്ള മറുപടി, ഇൻഹെയിലർ ഞാൻ എടുക്കില്ല. അതിൻ്റെ കാരണം, ഞാൻ അതുവരെ കേട്ടിട്ടുള്ളത് ഇൻഹെയിലർ എടുത്തു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ ഇൻഹെയിലറിനോട് നമ്മൾ ഡിപ്പെൻഡൻ്റ് ആയി പോകും. ഇൻഹെയിലർ ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അത് പറ്റില്ല. ഇത് എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മുമ്പ് കണ്ട ഹോമിയോപ്പതി ഡോക്ടർ എൻ്റെ അടുത്ത് അത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ നാട്ടിൽ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അച്ഛനോട് ഒരുപാട് സുഹൃത്തുക്കളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതെൻ്റെ മനസ്സിൽ അടിയുറച്ചു പോയി. അപ്പോൾ ആ ഡോക്ടർ അദ്ദേഹം എന്നോട് ഞാൻ ഇരിക്കുന്ന കസേര ഒന്ന് അടുപ്പിച്ചിടാൻ പറഞ്ഞു. എന്നിട്ട് ചോദിച്ചാൽ എന്താ ചെയ്യുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞ സയൻസ് ഇങ്ങനെ പോസ്റ്റ് ഗ്രാജുവേറ്റ് കഴിഞ്ഞ് നിൽക്കുന്ന ആളാണ്. ഓക്കെ. അദ്ദേഹം ഒരു നിമിഷം ഒന്ന് സൈലൻ്റായിട്ട് എങ്ങനെയാണ് ഇൻഹെയിലർ വർക്ക് ചെയ്യുന്നത് എന്നോട് പറഞ്ഞു. ഇൻഹെയിലർ എങ്ങനെയാണ് ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്. അവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇതിനു മുമ്പ് ആരും എന്നോട് ഇതിൻ്റെ മെഡിക്കൽ സയൻസ് പറഞ്ഞിട്ടില്ല. എല്ലാവരും ഓരോ ഉപദേശങ്ങളാണ് തന്നിരുന്നത്. ഞാനൊരു സയൻസ് വിദ്യാർത്ഥി ആയിരുന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് വളരെ പെട്ടെന്ന് എനിക്ക് സെൻസിബിളായിട്ട് തോന്നി. അതിൽ കാര്യമുണ്ട്. ഞാൻ ഒരാഴ്ച അദ്ദേഹം പറഞ്ഞതുപോലെ ഇൻഹെയിലർ ഉപയോഗിച്ച് ഈ ആസ്മയുടെ മരുന്ന് ഞാൻ ചികിത്സ എന്ന രൂപത്തിലെടുത്തു. എൻ്റെ ആസ്മ നിന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ആ ഇൻഹെയിലർ കയ്യിൽ വെച്ചേക്കൂ, പിന്നീട് എപ്പോഴെങ്കിലും എന്തെങ്കിലും കാരണത്താൽ വരുന്നെങ്കിൽ. എൻ്റെ പ്രശ്നം, ഞാൻ അലർജിക്കാണ്. പ്രത്യേകിച്ച് ഡസ്റ്റിൽ ഉള്ള ചില കാരണങ്ങൾ എൻ്റെ ശരീരത്തിന് അലർജിക് റെസ്പോൺസ് ഉണ്ടാക്കും. അപ്പോൾ ഞാൻ ശ്വാസം എടുക്കുന്ന എൻ്റെ ശ്വാസനാളി അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മ്യൂക്കസിൻ്റെ അളവ് കൂടുതൽ സെൻസിറ്റീവാണ്. അലർജി ആയതുകൊണ്ട് അത് കൂടുതൽ മ്യൂക്കസ് ഉണ്ടാക്കും. എൻ്റെ ശ്വാസനാളം അടയും. അപ്പോൾ എനിക്ക് ശ്വാസം എടുക്കാൻ കഴിയാതെ വരും. അതാണ് എൻ്റെ ആസ്മ എന്ന രൂപത്തിൽ ഞാൻ നേരിടുന്ന ബുദ്ധിമുട്ട്. അപ്പോൾ ബ്രോങ്കോ ഡൈലേഷൻ എന്ന് പറയുന്ന ഈ ശ്വാസനാളിയെ താൽക്കാലികമായി ഒന്ന് വലുതാക്കി കൊടുക്കുന്നൊരു ജോലിയാണ് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഇത് ആഹാരം നമ്മൾ മരുന്ന് പോലെ കഴിക്കുന്ന, ഉള്ളിലേക്ക് എടുക്കുന്ന, ഓറലായിട്ട് കഴിക്കുന്ന മരുന്നുകൾക്കും ഇത് ഇഫക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷേ അത് നമ്മുടെ ദഹന വ്യവസ്ഥയിൽ ചെന്ന് രക്തത്തിലേക്ക് അബ്സോർബ് ചെയ്യപ്പെട്ട് ആ മരുന്ന് പ്രവർത്തിക്കുന്ന ശ്വാസകോശത്തിലെത്തി, ബ്ലഡിലൂടെ ശ്വാസകോശത്തിലെത്തി അവിടെ പ്രവർത്തിക്കണം. അതിൻ്റെ സമയമെടുക്കും. ഇൻഹെയിലർ തെറാപ്പി ചെയ്യുമ്പോൾ നേരിട്ട് ശ്വാസകോശത്തിലേക്കാണ് ഈ മരുന്ന് എത്തുന്നത്, അബ്സോർബ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഇഫക്റ്റ് കൂടുതൽ ക്വിക്കായിരിക്കും. പെട്ടെന്ന് അതിൻ്റെ ഫലം കിട്ടാൻ തുടങ്ങും. അതുമാത്രമല്ല, ബ്ലഡ് സ്ട്രീമിൽ കയറി മറ്റ് പല ഭാഗങ്ങളിലും പോകുന്നതോടൊപ്പമാണ് നമ്മൾ കഴിക്കുന്ന മരുന്ന് ശ്വാസകോശത്തിലെത്തുന്നത്. അപ്പോൾ അത് ശരീരത്തിന് മറ്റ് ഭാഗങ്ങളിലും ചെല്ലാനും ഒരുപക്ഷെ മറ്റ് സൈഡ് എഫക്റ്റുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതകളും കൂടുതലാണ് അക്കാര്യത്തിൽ. ഇവിടെ അതുമില്ല. പറഞ്ഞു വരുമ്പോൾ ഇൻഹേലർ ട്രീറ്റ്മെൻറ്റ് ഞാൻ പേടിച്ചിരുന്ന, എന്തോ ഭീകരമായിട്ടുള്ള അറ്റകൈ പ്രയോഗമാണെന്ന് ഞാൻ പേടിച്ചിരുന്ന
ഇൻഹേലർ പ്രയോഗമാണ് ഈ കൂട്ടത്തിലെ ഏറ്റവും സേഫായിട്ടുള്ള ചികിത്സ എന്ന തിരിച്ചറിവിലേക്ക് ഞാൻ എത്തിച്ചേർന്നു. ഈ അനുഭവ കഥ ഇച്ചിരി നീണ്ടുപോയി കാണും. ഈ കഥയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് രോഗം ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് ചികിത്സ സയൻറ്റിഫിക്കായിട്ട് രോഗത്തിൻ്റെ കാരണം മനസ്സിലാക്കി ചെയ്യേണ്ടത് എന്ന് അന്വേഷിക്കാൻ, അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ഒരു സയൻസ് സ്റ്റുഡൻ്റ് എന്ന നിലയിൽ എനിക്ക് കാരണമായി തീർന്നത് ഈ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഒരുപാട് പേര് അനുഭവം വെച്ച് കൗണ്ടർ ചെയ്യുമ്പോൾ അനുഭവങ്ങൾ എനിക്കുമുണ്ട്, പക്ഷേ അനുഭവങ്ങൾ വച്ചല്ല നമ്മൾ ചികിത്സകളെ കൈകാര്യം ചെയ്യേണ്ടത്. നമ്മളിവിടെ സയൻസാണ് പറയാൻ പോകുന്നത്. എങ്ങനെയാണ് നമുക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നത്, ഈ രോഗങ്ങളെ നമ്മൾ എങ്ങനെയാണ് ചികിത്സിക്കേണ്ടത്, എങ്ങനെയാണ് ഈ പലതരം ചികിത്സാ രീതികൾ ചികിത്സിക്കുന്നതായി അവകാശപ്പെടുന്നത്, എന്തുകൊണ്ടാണ് അത് അൺസയൻറ്റിഫിക് ആകുന്നത്, ഇതിനെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കേണ്ടത്. നമുക്ക് ആദ്യം പറയേണ്ടത് എന്തൊക്കെ രീതിയിൽ ഈ പല ചികിത്സാ രീതികൾ നമ്മളെ ചികിത്സിക്കുന്നതായിട്ട് അവകാശപ്പെടുന്നു. ഈ നമ്മളിപ്പോൾ പറയുന്ന സയൻറ്റിഫിക് മെഡിസിനിലേക്ക് വരുമ്പോൾ സയൻറ്റിഫിക് മെഡിസിൻ ആസ് സച്ച് ഒരു രീതിശാസ്ത്രമോ തത്വശാസ്ത്രമോ ഒന്നുമല്ല. അതിലേക്ക് നമുക്ക് അവസാനം വരാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഹോമിയോപ്പതി എന്ന് പറയുന്ന ഒരു ചികിത്സാ രീതി എടുക്കുക. അത് ഇന്ന് നമ്മൾ മോഡേൺ മെഡിസിൻ എന്ന് വിളിക്കുന്ന ആധുനിക ശാസ്ത്രീയ ചികിത്സയുടെ ആൾട്ടർനേറ്റീവായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പക്ഷേ അതിന് ഇന്നത്തെ ആധുനിക ചികിത്സയെക്കാളും പഴക്കമുണ്ട്. സാമുവൽ ഹാനിമാൻ എന്ന് പറയുന്ന ഒരു ജർമ്മൻ ഫിസിഷ്യനാണ് ഇത് കണ്ടെത്തുന്നത്. അന്ന് രക്തഗ്രൂപ്പുകളെക്കുറിച്ച് നമുക്കറിയില്ല, നമുക്ക് എക്സ്റേ കണ്ടുപിടിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അന്ന് രോഗാണുക്കൾ എന്ന് പറയുന്ന ജേംസ് ആണ് രോഗമുണ്ടാക്കുന്നത് എന്ന ജേം തിയറി ഓഫ് ഡിസീസസിന് അംഗീകാരം കിട്ടിയിട്ടില്ല. പലരും പ്രപ്പോസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും തെളിയിക്കപ്പെട്ടിട്ടില്ല. ജേം തിയറിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന റോബർട്ട് കോച്ച് ജനിക്കുന്നത് സാമുവൽ ഹാനിമാൻ മരിച്ച ശേഷമാണ്. അപ്പോൾ അന്നത്തെ ചികിത്സ എന്ന് പറയുന്നത് അത്ര പ്രിമിറ്റീവാണ്. അല്ലെങ്കിൽ രോഗങ്ങളെക്കുറിച്ചും ശരീരത്തെക്കുറിച്ചുമൊക്കെ നമുക്കുള്ള അറിവ് അത്ര പ്രിമിറ്റീവായിരുന്നൊരു കാലഘട്ടത്തിലാണ് അതുണ്ടാകുന്നത്. അതിന് ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്, ഒരു തത്വമുണ്ട് ഹോമിയോപ്പതിയുടെ. ആ ഹോമിയോപ്പതിയുടെ തത്വം സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളെ ചികിത്സിക്കാൻ ഉപയോഗിക്കാം എന്നുള്ളതാണ്. സിമിലർ ക്യൂർസ് സിമിലർ എന്നുള്ളതാണ്. അതായത് ഒരു വ്യക്തിയിൽ ഒരു പ്രത്യേക ലക്ഷണം ഉണ്ടാക്കാൻ പോകുന്ന രാസവസ്തുവിന് ആ ലക്ഷണങ്ങളുള്ള ഒരു രോഗിയിൽ ആ ലക്ഷണങ്ങളെ ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ. അതിന് ആ ലക്ഷണം ഉണ്ടാക്കാൻ കഴിയുന്ന വസ്തുവിനെ പൊട്ടൻറ്റൈസേഷൻ ചെയ്യേണ്ടിയിരിക്കുന്നു. അതായത് അതിനെ ഡൈല്യൂട്ട് ചെയ്ത് സക്കഷൻ എന്ന് പറയുന്ന കുലുക്കലിലൂടെ സ്ട്രോങ് ആയി കുലുക്കിക്കൊണ്ട് അതിനെ ഡൈല്യൂട്ട് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ വീര്യം കൂടുന്നു. അതായത് ഒരു സൊല്യൂഷൻ്റെ ഡൈല്യൂഷൻ കൂട്ടുമ്പോൾ വീര്യം കൂടുന്നു എന്ന ആധുനികമായി ഇന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള അടിസ്ഥാന രസതന്ത്ര അല്ലെങ്കിൽ അറിവ്, കെമിസ്ട്രിയിലെ നമ്മുടെ അറിവിന് ഘടകവിരുദ്ധമായ ഒരു സിദ്ധാന്തമാണ്. ഈ സിദ്ധാന്തം നമ്മൾ ഈ പറയുന്ന സയൻറ്റിഫിക് ആയിട്ടുള്ള അറിവും ശരീരത്തെക്കുറിച്ചുള്ള അറിവുകൾ ഉണ്ടാകുന്നതിന് മുമ്പുണ്ടായതാണ്. അത് ഹാനിമാൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്നും അദ്ദേഹം കണ്ടെത്തിയതാണ്. ഇത് ഇന്നത്തെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഒന്നുകിൽ ഹോമിയോപ്പതിയിലെ തത്വം ശരിയാകും, അല്ലെങ്കിൽ സയൻസ് ശരിയാകും. ഹോമിയോപ്പതി ശരിയാകണമെങ്കിൽ ഇന്ന് സയൻസിലെ നമ്മൾ നിരന്തരം ഉപയോഗിക്കുന്ന സ്കൂൾ ക്ലാസ് മുതൽ പഠിക്കുന്ന അടിസ്ഥാന ശാസ്ത്രം മുഴുവൻ തെറ്റാണെന്ന് സമ്മതിക്കേണ്ടി വരും. അതുകൊണ്ട് അതിൻ്റെ തത്വശാസ്ത്രം, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതായി പറയപ്പെടുന്ന ഫിലോസഫി അത് അൺസയൻറ്റിഫിക് ആണ്. ഒരുപക്ഷെ അതിൽ സ്റ്റുപ്പിഡിറ്റിയാണ് എന്ന് പറഞ്ഞാലും തീരെ കൂടിപ്പോവില്ല. അത് ഹോമിയോപ്പതിയുടെ കാര്യം. അങ്ങനെ ഒരുപാട് ചികിത്സാ രീതികൾ. നാച്ചുറോപ്പതി പറയുന്നത് നമുക്ക് രോഗത്തെ ചികിത്സിക്കാൻ ശരീരത്തിന് സ്വയം കഴിവുള്ളത് കൊണ്ട് അതിൻ്റെ സ്വന്തം ഹീൽ ചെയ്യാനുള്ള കഴിവിനെ ഉപയോഗപ്പെടുത്തുക, പ്രകൃതിദത്തമായ കാര്യങ്ങൾ മാത്രം ഉപയോഗിക്കുക, ഇങ്ങനെയുള്ള ചില സിദ്ധാന്തങ്ങളാണ് നാച്ചുറോപ്പതി പിന്തുടരുന്നത്. എല്ലാ അസുഖങ്ങൾക്കും ശരീരം സ്വയം ചികിത്സ കണ്ടെത്തും എന്നുണ്ടെങ്കിൽ, നമ്മളായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല എന്നുണ്ടെങ്കിൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം പല രോഗങ്ങൾക്കും ശരീരത്തിന് നിയന്ത്രിക്കാൻ കഴിയില്ല. തീർച്ചയായിട്ടും ശരീരത്തിന് രോഗപ്രതിരോധ ശേഷിയുണ്ട്. എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ അതിനെ സ്വയം കറക്റ്റ് ചെയ്യാനുള്ള ചില മെക്കാനിസങ്ങൾ നമ്മുടെ ശരീരത്തിനുണ്ട് എന്ന് നമുക്കറിയാം. ശാസ്ത്രീയമായി നമ്മളത് കണ്ടെത്തിയിട്ടുമുണ്ട്. പക്ഷേ അതിന് പരിമിതികളുണ്ട്. എല്ലാത്തരം രോഗങ്ങളെയും ശരീരത്തിന് സ്വയം ചികിത്സിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അതും സയൻറ്റിഫിക്കലി വാലിഡ് അല്ലാത്ത ഒരു തത്വമാണ്. ഇനി മറ്റൊന്ന് അക്യുപങ്ക്ചർ എന്ന് പറയുന്ന ഒരു ചികിത്സാ രീതിയുണ്ട്. അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ശരീരത്തിലെ ചില പ്രത്യേക ബിന്ദുക്കളിൽ നമ്മൾ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തിക്കൊണ്ട് മെറിഡിയൻ എന്നറിയപ്പെടുന്ന ചില വഴികളിലൂടെയുള്ള ഈ ശരീരത്തിലെ ഊർജ്ജത്തിൻ്റെ സഞ്ചാരം അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ ചില ശരീരഭാഗങ്ങളിൽ ഈ സൂചി കുത്തി കൊണ്ട് ചെയ്യുക എന്ന് പറയുന്നൊരു രീതിയാണ്. അതിന് കറക്റ്റ് ചെയ്യലാണ് അതിൻ്റെ പ്രാക്ടീഷണർ ചെയ്യുന്നത്. അങ്ങനെ മെറിഡിയൻ ഉണ്ടെന്നോ കീ എന്നോ ചീ എന്നോ ഒക്കെ വിശേഷിപ്പിക്കുന്ന ഒരു ലൈഫ് എനർജി ഉണ്ട്. അങ്ങനെ ഒരു എനർജി ആണ് ഈ
അക്യുപങ്ക്ചറിലൂടെ ശരിയാക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ശരീരത്തിലുണ്ട് എന്ന് തെളിയിക്കുന്ന ഒന്നും തന്നെ നമുക്കിപ്പോൾ ലഭ്യമല്ല. അല്ലെങ്കിൽ അതൊരു അൺസയൻറ്റിഫിക് ആയിട്ടുള്ള അതൊരു സങ്കല്പം മാത്രമാണ്. അതൊരു വിശ്വാസ ചികിത്സയാണ്. ഈ സൂചി കുത്തുന്നത് വഴി ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ചില ആശ്വാസങ്ങളൊക്കെ തോന്നിയേക്കാമെങ്കിലും എല്ലാ രോഗങ്ങൾക്കും ഇതുപോലെ ലൈഫ് എനർജിയെ കറക്റ്റ് ചെയ്തുകൊണ്ട് ചികിത്സ സാധ്യമാക്കാം എന്ന് പറയുന്നത് തീർത്തും അബദ്ധജടിലമായിട്ടുള്ളൊരു വിശ്വാസമാണ്. അതുപോലെ റെയ്ക്കി, ഇങ്ങനെ പലതരമുണ്ട്. പിന്നെ ആയുർവേദം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന വർഷങ്ങളുടെ പഴക്കമുള്ള ആയുർവേദത്തിൻ്റെ പ്രത്യേകത, ആയുർവേദം 3 ദോഷങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രോഗങ്ങളെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. ത്രിദോഷ സിദ്ധാന്തം, വാദം, പിത്തം, കഫം, ഇതിൻ്റെ ഇംബാലൻസ് ആണ് രോഗങ്ങൾക്ക് കാരണമാകുന്നത് എന്ന അടിസ്ഥാന തത്വത്തിലാണ് ആയുർവേദം പ്രവർത്തിക്കുന്നത്. അതിന് മറ്റ് നാച്ചുറൽ റെമഡീസൊക്കെ ഉപയോഗിക്കുന്നതും ചെടികളിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ള മരുന്നുകളൊക്കെയാണ് അത് ചികിത്സിക്കാൻ, അത് ശരിയാക്കാനായിട്ട് ആയുർവേദം ശുപാർശ ചെയ്യുന്നത്. ഇതിൻ്റെ പ്രത്യേകത, ഇതിൽ പല മരുന്നുകളും പ്രവർത്തിക്കുന്നവയാണ്. പക്ഷേ അവയുടെ പ്രവർത്തനം കൃത്യമായി മനസ്സിലാക്കാനും അത് എന്തൊക്കെ മറ്റ് പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുമെന്നും ഒക്കെ മനസ്സിലാക്കുക എന്ന കാര്യത്തിൽ ഈ ത്രിദോഷ സിദ്ധാന്തം പലപ്പോഴും തടസ്സം നിൽക്കാറുണ്ട്. കാരണം ത്രിദോഷങ്ങൾ നമുക്കിതുവരെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത, ആ ദോഷം എന്ന് പറയുന്നൊരു വസ്തു, അങ്ങനെ എന്തെങ്കിലും ഒരു ആശയത്തെ ക്വാണ്ടിഫൈ ചെയ്യാൻ കഴിയുന്ന ഒന്നും നമുക്ക് നിലവിലില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി കൂടിപ്പിണഞ്ഞാണ് കിടക്കുന്നത്. ഈ പറയുന്ന പല ചികിത്സാ രീതികളും സ്യൂഡോ സയൻസോ അല്ലെങ്കിൽ അൺസയൻറ്റിഫിക്കോ ഒക്കെ ആകുന്നതിൻ്റെ കാരണം ശരീരത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും മരുന്നുകളുടെ പ്രവർത്തനത്തെക്കുറിച്ചും സയൻസിലൂടെ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളോട് ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ പറയുന്നത് എന്നുള്ളത് കൊണ്ടാണ്. ഇത് ചിലയിടങ്ങളിൽ ഫലിക്കുന്നതായിട്ട് കാണപ്പെടും, ചിലയിടങ്ങളിൽ ശരിക്കും ഫലിച്ചേക്കും. പക്ഷേ ഇവിടുത്തെ അപകടം, ഇത് ഒരു യൂണിവേഴ്സലായി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നൊരു പ്രോട്ടോക്കോളല്ല. അതായത് രോഗം ഇങ്ങനെ ചികിത്സിക്കണമെന്ന് പറയാൻ കഴിയുന്ന, രോഗങ്ങളെക്കുറിച്ച് തെറ്റായ ധാരണകൾ, ശരീരത്തെക്കുറിച്ച് തെറ്റായ ധാരണകൾ ഇവയുടെ അടിസ്ഥാനത്തിൽ നിൽക്കുന്നതായതുകൊണ്ടാണ് അവ പലപ്പോഴും അപകടം പിടിച്ചതുപോലും ആകുന്നത്. നമ്മൾ രോഗങ്ങളെ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് ശരീരശാസ്ത്രം നമുക്കറിയാം, ഫിസിയോളജി എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്, ശരീരധർമ്മശാസ്ത്രം. ശരീരത്തിലെ പല പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്, ശരീരഭാഗങ്ങൾ എവിടെ എങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത് എന്നുള്ള അനാട്ടമി നമുക്കറിയാം. ഇതൊക്കെ മെഡിക്കൽ സയൻസിൻ്റെ അടിസ്ഥാനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആധുനിക വൈദ്യശാസ്ത്രം, മോഡേൺ മെഡിസിൻ എന്ന് പറയുന്ന ശാസ്ത്രശാഖയ്ക്ക് അത് പലപ്പോഴും ഒരു എൻജിനീയറിംഗ് സയൻസ് പോലെയാണ് പ്രവർത്തിക്കുന്നത്. അത് മറ്റ് പല മേഖലകളിലെ അറിവുകളെ ഉപയോഗപ്പെടുത്തി ഒരു അസുഖാവസ്ഥയെ മനസ്സിലാക്കി അതിനെ കറക്റ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതിന് ഹോമിയോപ്പതിയെ പോലെ സാമ്യത്തെ സുഖപ്പെടുത്തുന്നുവെന്നോ അല്ലെങ്കിൽ അക്യുപങ്ക്ചറിനെ പോലെ ചി എന്ന് പറയുന്ന എനർജിയെ ശരിയാക്കിക്കൊണ്ട് അസുഖങ്ങളെ മാറ്റാമെന്നോ പറയുന്ന പോലെ 1-2 വാചകങ്ങളിൽ പറയാൻ കഴിയുന്ന ഒരു സെൻട്രൽ തത്വശാസ്ത്രം ഇല്ല. കാരണം അത്ര ലളിതമല്ല നമ്മുടെ ശരീരം. നമ്മുടെ ശരീരത്തിലെ അനേകായിരം പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്, ജീവധർമ്മ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള നമ്മുടെ അറിവാണ് നമ്മുടെ ശരീരധർമ്മശാസ്ത്രം എന്ന ഫിസിയോളജി. ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അത് അസുഖമായി നമുക്ക് അനുഭവപ്പെടുന്നു. ആ അസുഖം എങ്ങനെയാണ് ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്ന ആ ശരീരധർമ്മശാസ്ത്രത്തെ നമ്മൾ പാത്തോഫിസിയോളജി എന്ന് വിളിക്കും. ശരീരത്തിൽ അസുഖം എങ്ങനെ പ്രവർത്തിക്കുന്നു, ഇത് പല അറിവുകളാണ്. ശരീരത്തിലേക്കൊരു മരുന്ന് നമ്മൾ കഴിക്കുമ്പോൾ ഈ മരുന്ന് എന്താണ്, അതെന്താണ് അതിനകത്തുള്ളത്, അതിൻ്റെ കെമിസ്ട്രി നമ്മൾ അറിയണം. കെമിസ്ട്രിയും ബയോ കെമിസ്ട്രിയും ഒക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. അത് ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കുറിച്ച് നമുക്കറിയണം. അതെന്തൊക്കെ രീതിയിലാണ് പ്രവർത്തിക്കാമെന്ന് നമുക്കറിയണം. പിന്നെ നമുക്കിപ്പോൾ ആധുനിക ഇമേജിംഗ് സാങ്കേതികത, ഇപ്പോൾ എക്സ്റേ എടുക്കുന്നു. ഒരു ഒടിവുണ്ടായി കഴിഞ്ഞാൽ അത് എങ്ങനെ, എവിടെ, ഏത് രീതിയിലാണ് ആ ഒടിവ് സംഭവിച്ചിരിക്കുന്നത്, അസ്ഥിക്ക് എന്ത് തരത്തിലുള്ള കേടുപാടാണ് വന്നിരിക്കുന്നത് അറിയണമെന്നുണ്ടെങ്കിൽ ശരീരത്തിനകത്തൂടെ കാഴ്ച സാധ്യമല്ല. പക്ഷേ എക്സ്റേ കടത്തിവിട്ട് നമുക്ക് ചിത്രം എടുക്കാൻ കഴിയുന്നു. അവിടെ പ്രവർത്തിക്കുന്നത് ഫിസിക്സാണ്. ഇന്നത്തെ കമ്പ്യൂട്ടർ ടോമോഗ്രാഫി എന്നൊക്കെ പറയുന്ന എക്സ്റേയുടെ അഡ്വാൻസ്ഡ് ഇമേജിംഗ് സാങ്കേതികവിദ്യയിൽ പ്രവർത്തിക്കുന്നതിനകത്തും ഗണിതശാസ്ത്രത്തെക്കുറിച്ചുള്ള അറിവുകളുണ്ട്, കമ്പ്യൂട്ടർ സയൻസിൻ്റെ അറിവുണ്ട്, ഇലക്ട്രോണിക്സിൻ്റെ അറിവുണ്ട്. അങ്ങനെ പല 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 വ്യത്യസ്ത ശാസ്ത്രശാഖകളിൽ നിന്നുള്ള അറിവുകളെയാണ് ഈ ശരീരത്തിൻ്റെ അസുഖാവസ്ഥ മാറ്റുക എന്ന ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. അതിന് ഒരു സെൻട്രൽ ഫിലോസഫി എന്ന് പറയാനില്ല. കുറേ പ്രിൻസിപ്പിൾസ് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞേക്കുമെന്നേ ഉള്ളൂ. ഒരു പ്രത്യേക ആശയത്തിൽ ഇന്ന കാര്യത്തെ ശരിയാക്കി എല്ലാ അസുഖത്തെയും ചികിത്സിക്കാം എന്നൊരു സെൻട്രൽ ഫിലോസഫി അവിടെ ഇല്ല. ചികിത്സയെ സയൻസിലൂടെ എങ്ങനെ സമീപിക്കാം എന്ന ചോദ്യത്തിന് ഉത്തരം പറയണമെങ്കിൽ ആദ്യം എങ്ങനെയാണ് ഈ ചികിത്സിക്കപ്പെടുന്ന അസുഖം ഉണ്ടാകുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം വേണം. നമുക്ക് എങ്ങനെയൊക്കെ അസുഖങ്ങൾ ഉണ്ടാകാം? പല രീതിയിൽ നമുക്ക് ശരീരത്തിന് അസുഖങ്ങൾ ബാധിക്കാം. അതിലൊരു രീതി നമുക്കറിയാവുന്ന രോഗാണുബാധ എന്ന് പറയുന്ന ഇൻഫെക്ഷനാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ, ഈ പ്രകൃതിയിൽ എപ്പോഴും എല്ലാ ജീവികളും പരസ്പരം ചൂഷണം ചെയ്താണ് ജീവിക്കുന്നത്. നമ്മൾ റിസോഴ്സസിന് വേണ്ടി, വിഭവങ്ങൾക്ക് വേണ്ടി മത്സരിച്ചാണ് ജീവിക്കുന്നത്. നമുക്ക് കാണാൻ കഴിയാത്ത സൂക്ഷ്മ ജീവികളാണ് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ജീവികളിൽ ഭൂരിഭാഗവും.
അതിൽ പല ജീവികളും മറ്റ് ജീവികളുടെ ശരീരത്തിലാണ് ജീവിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ നമ്മുടെ ശരീരത്തിൽ ജീവിക്കാൻ ശ്രമിക്കുന്ന, നമ്മുടെ ശരീരത്തിലേക്ക് കയറി പറ്റുന്ന ബാഹ്യ സൂക്ഷ്മാണുക്കൾ അത് നമ്മുടെ ശരീരത്തിൽ കയറി അവ പെറ്റുപെരുകുമ്പോൾ അവ നമ്മുടെ ശരീരത്തിലെ സ്വാഭാവിക പ്രവർത്തനങ്ങളെ തകിടം മറിക്കുന്നു എങ്കിൽ അവിടെയാണ് ഒരു ഇൻഫെക്ഷൻ കാരണമുള്ള അസുഖം നമുക്കുണ്ടാകുന്നത്. ഒരുപാട് തരം ഇൻഫെക്ഷൻ ഉണ്ടാകും. ഇപ്പോൾ ജലദോഷം ഒരു ഇൻഫെക്ഷനാണ്. അത് വൈറസുകൾ കയറി പറ്റുന്നുണ്ടാകുന്നതാണ്. ഒരു ബാക്ടീരിയ കയറി പറ്റിക്കഴിഞ്ഞാൽ അത് കാരണം നമുക്ക് അസുഖങ്ങളുണ്ടാകാം. അമീബ കയറി പറ്റുന്ന വഴി നമുക്ക് അസുഖങ്ങളുണ്ടാകാം. നമുക്ക് മറ്റൊരുപാട് രീതിയിൽ ഇങ്ങനെ സൂക്ഷ്മാണുക്കൾ നമുക്ക് അസുഖങ്ങളുണ്ടാക്കാം. ഇൻഫെക്ഷൻ, ഇൻഫ്ലുവൻസ എന്ന് പറയുന്നത് ഒരു ഇൻഫെക്ഷനാണ്. അപ്പോൾ ഇതെല്ലാം മറ്റ് സൂക്ഷ്മാണുക്കൾ ശരീരത്തിലേക്ക് കയറുന്നതാണ്. അതെപ്പോഴും ശരീരത്തിലെ നമ്മുടെ ത്വക്ക് അല്ലെങ്കിൽ സ്കിൻ എന്ന് പറയുന്നത് അങ്ങനെ എളുപ്പം ജീവികൾക്ക് കയറാൻ കഴിയുന്ന രീതിയിലുള്ള ഒന്നല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മൂക്ക്, വായ ഇങ്ങനെയുള്ള താരതമ്യേന എളുപ്പത്തിൽ സൂക്ഷ്മാണുക്കൾക്ക് കയറാൻ കഴിയുന്ന റൂട്ടുകളിലൂടെയോ അല്ലെങ്കിൽ നമ്മുടെ ആഹാരത്തിലൂടെയോ അകത്ത് ചെന്ന് പിന്നെ ശരീരത്തിനകത്ത് ആഹാരത്തിലൂടെ എത്തിപ്പറ്റിയതിന് ശേഷമൊക്കെയാണ് അണുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് കയറി പറ്റുന്നത്. അപ്പോൾ അതെല്ലാം ഇൻഫെക്ഷൻ കാരണമുള്ള അസുഖമാണ്. ഇനി മറ്റൊരു രീതി എന്ന് പറയുന്നത് നമുക്ക് അസുഖം എന്നതിനെ ചിലപ്പോൾ വിളിക്കാൻ കഴിഞ്ഞില്ല, പരിക്ക്. അതൊരു ഫിസിക്കൽ ഡാമേജാണ്. നമ്മളൊരിടത്ത് വീണു, നമ്മുടെ നട്ടലൊടിഞ്ഞു, അല്ലെങ്കിൽ നമ്മളുടെ തൊലി കുറച്ച് ഭാഗം ഉരഞ്ഞു പോയി, ഒരു ആക്സിഡൻറ്റിൽ നമ്മൾ പെടുമ്പോൾ ഇതൊക്കെ നമുക്കുണ്ടാകുന്ന മുറിവുകളാണ്, ഇഞ്ചുറികളാണ്, പരിക്കുകൾ എന്നൊക്കെ പറയുന്നത്. അത് ഒരു ഇൻഫെക്ഷൻ കാരണം ഉണ്ടാകുന്നില്ല, പക്ഷേ അത് നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യുന്നതാണ്. അതിന് നമുക്ക് ആ രീതിയിൽ കറക്റ്റ് ചെയ്യേണ്ടി വരും. അത് ജലദോഷം എന്ന് പറയുന്ന ഒരു അസുഖത്തെ കൈകാര്യം ചെയ്യുന്നത് പോലെ ഒരു മുറിവിനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കില്ല. മറ്റൊരു രീതിയിൽ നമുക്ക് അസുഖം വരാവുന്നത് ജനറ്റിക് ഡിസോർഡേഴ്സാണ്. നമ്മുടെ ശരീരത്തിൻ്റെ മുഴുവൻ ഘടനയും അതിൻ്റെ പ്രവർത്തന രീതിയും ഒക്കെ നിയന്ത്രിക്കുന്നത് നമ്മുടെ കോശങ്ങൾക്കുള്ളിലുള്ള ഡിയോക്സി റൈബോ ന്യൂക്ലിക്സ് DNA എന്ന് പറയുന്ന ഒരു തന്മാത്രയാണ്. ഈ തന്മാത്രയിൽ വരുന്ന മാറ്റങ്ങൾ, ഭൂരിഭാഗം മാറ്റങ്ങളും ഒരു കുഴപ്പമില്ലാതെ ചിലപ്പോൾ പോയേക്കും. പക്ഷേ ചില പ്രത്യേക അത് ആ തന്മാത്രയുടെ DNA ഏത് ഭാഗത്ത് വരുന്ന പ്രശ്നമാണ് എന്നനുസരിച്ച് മാറ്റമാണ്, തകിടം മറിക്കലാണ്. അത് തന്നെ പല രീതിയിലുണ്ടാകാം. സഹജമായി സംഭവിക്കാം, അല്ലെങ്കിൽ റേഡിയേഷനോ അങ്ങനെ എന്തെങ്കിലും പോലുള്ള ബാഹ്യ ഘടകങ്ങൾ കൊണ്ട്, ചില രാസവസ്തുക്കളുടെ സാന്നിധ്യമൊക്കെ കൊണ്ട് DNA മാറ്റങ്ങൾ വരാം. അങ്ങനെ വരുമ്പോൾ ജനിതകമായിട്ടുള്ള വ്യത്യാസങ്ങൾ, ഇപ്പോൾ പാരമ്പര്യമായിട്ട് ഈ ജനിതക വ്യത്യാസങ്ങൾ കൈമാറി വന്നേക്കാം. ഇപ്പോൾ ഹീമോഫീലിയ എന്ന് പറയുന്ന അസുഖം, സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറയുന്ന അസുഖം, ഇതെല്ലാം ജനിതകമായിട്ട് കൈമാറി വരുന്ന അസുഖങ്ങളാണ്. മറ്റൊരു രീതിയിൽ നമുക്ക് അസുഖം വരാവുന്നത് ന്യൂട്രിയൻ ഡെഫിഷ്യൻസി വഴി വരാമെന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിൻ്റെ സ്വാഭാവിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ഇപ്പോൾ നമുക്ക് വൈറ്റമിൻസ്, മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞ വൈറ്റമിൻസ് ഉണ്ട്, പിന്നെ എസൻഷ്യൽ എലമെൻസ് ആയിട്ടുള്ള മറ്റു കുറേ എലമെൻസ് ഉണ്ട്, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ശരീര ബിൽഡിംഗ് നടക്കുന്ന പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്സ്, ഷുഗേഴ്സ്, ഇങ്ങനെ പറയുന്ന പലതരത്തിലുള്ള പോഷകങ്ങളുണ്ട്. ഈ പോഷകങ്ങൾ മതിയായ അളവിൽ ശരീരത്തിൽ എത്താതെ വരുമ്പോൾ നമുക്ക് അസുഖങ്ങളുണ്ടാകാം. ഇപ്പോൾ പല വൈറ്റമിൻസിൻ്റെയും അഭാവം കാരണം പല അസുഖങ്ങളുണ്ടാകാം. സ്കർവി, റിക്കറ്റ്സ് എന്നൊക്കെ പറയുന്ന അസുഖങ്ങൾ ഇത്തരം ന്യൂട്രിയൻ്റ് ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്നതാണ്. മറ്റൊരു രീതി എന്ന് പറയുന്നത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്. നമ്മുടെ ശരീരത്തിൽ ബാഹ്യഭാഗത്തു നിന്നും വരുന്ന ഭീഷണികളെ കൈകാര്യം ചെയ്യാനുള്ള പ്രതിരോധ വ്യവസ്ഥയുണ്ട്, ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ട്. പക്ഷേ ഈ ഇമ്മ്യൂൺ സിസ്റ്റം ഒരു തട്ടിക്കൂട്ട് മെക്കാനിസമായിട്ടാണ് എപ്പോഴും പ്രവർത്തിക്കുന്നത്. അത് ഒരു ഇൻ്റലിജൻറ്റ് ഡിസൈൻ അല്ല. അപ്പോൾ ചില സമയങ്ങളിൽ ഈ നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ ശരീരത്തിൻ്റെ തന്നെ ഭാഗങ്ങളെ ഒരു ത്രെട്ടായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തേക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ നമ്മുടെ ശരീരത്തിനെതിരെ പ്രവർത്തിക്കുന്ന സിറ്റുവേഷൻ വരും. ഇപ്പോൾ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന സന്ധികളിൽ വരുന്ന വാതരോഗം, അത് നമ്മുടെ തന്നെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷിയാണ് ഈ സന്ധികളിൽ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് നമുക്ക് വിളിക്കാം. ഇനി മെറ്റബോളിക് ഡിസീസസ് വരാം. നമ്മുടെ ശരീരത്തിൽ ഈ പല രാസപ്രവർത്തനങ്ങളിലൂടെയാണ് നമ്മൾ ആഹാരം കഴിച്ചാലും വെള്ളം കുടിക്കുമ്പോഴും വായു എടുക്കുമ്പോഴും ഒക്കെ ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് എടുക്കുന്നതും അതിൽ നിന്നും ന്യൂട്രിയൻസിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നതും എനർജി ഉണ്ടാക്കുന്നതും എനർജി സ്റ്റോർ ചെയ്ത് വെക്കുന്നതും ഫാറ്റിൻ്റെ രൂപത്തിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതും ഇങ്ങനെ കുറേ ആയിരക്കണക്കിന് രാസപ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അതിനെ നമുക്ക് പല പാത്വേസ് എന്ന് വിളിക്കാം. ഈ മെറ്റബോളിക് പാത്വേസിൽ എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അതിൻ്റെ അസുഖങ്ങൾ ഉണ്ടായേക്കാം. ഇപ്പോൾ ഡയബറ്റിസ് എന്ന് പറയുന്നത് ഒരു മെറ്റബോളിക് ഡിസീസാണ്. ഇനി ഇതിൽ തന്നെ പലതും നമ്മുടെ ജീവിത രീതി കൊണ്ട് സംഭവിക്കാം. അപ്പോൾ നമ്മളവയെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് വിളിക്കും. ലൈഫ് സ്റ്റൈൽ ഡിസീസസിൻ്റെ കൂട്ടത്തിൽ ചിലപ്പോൾ മെറ്റബോളിക് ഡിസീസസ് വന്നേക്കാം. ഇപ്പോൾ ഡയബറ്റിസ് ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് കൂടിയാണ്. അതുപോലെ ഒബീസിറ്റി എന്ന് പറയുന്ന പൊണ്ണത്തടി, അതും ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. നമ്മുടെ ശരീരത്തിന് ഉപയോഗിക്കാൻ കഴിയുന്നതിൽ കൂടുതൽ ഊർജ്ജം നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ അത് സ്റ്റോർ ചെയ്യപ്പെടുകയും അത് ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് ഒരു പരിധിക്കപ്പുറം അത് സ്റ്റോറേജ് വലുതാകുമ്പോൾ ആ സ്റ്റോറേജ് ഓവർഫ്ലോ ചെയ്ത് മറ്റു പല സ്ഥലങ്ങളിലും അത് പ്രശ്നം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് അതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസായിട്ട് മാറുന്നത്. പറഞ്ഞു വരുന്നത് ഈ രോഗം എന്ന് പറയുന്നത് ചുമ്മാ എന്തെങ്കിലും ഒരു ഘടകം കാരണം ഉണ്ടാകുന്നതല്ല.
അത് പല രീതിയിൽ, അസംഖ്യം രീതികളിലൂടെ സംഭവിക്കാം. അപ്പോൾ ഈ രീതികൾ ഓരോന്നും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഫിസിയോളജിയും പാത്തോഫിസിയോളജിയും കെമിസ്ട്രിയും ഒക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ രോഗം ചികിത്സിക്കേണ്ടത്. രോഗത്തെ, അതായത് ഒരു പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ആദ്യം ആ പ്രശ്നം എന്താണ് എന്ന് നമ്മൾ അറിയണം. അതുകൊണ്ടാണ് മോഡേൺ മെഡിസിനിലേക്ക് വരുമ്പോൾ ഒരു പുതിയ അസുഖം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്താൽ പിറ്റേ ദിവസം അതിന് മരുന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്തത്. കാരണം അതെന്താണ് എന്ന് പഠിക്കാൻ നമുക്ക് സമയം വേണം. പല ഇതര ചികിത്സകൾക്കും രോഗമിറങ്ങിയാൽ ഉടൻ തന്നെ പ്രതിരോധ മരുന്നുകൾ കണ്ടുപിടിക്കാൻ കഴിയുന്നത് അവർക്ക് ഇത്തരം പരിമിതികളില്ലാത്തത് കൊണ്ടാണ്. കാരണം എല്ലാ കാര്യങ്ങളും എല്ലാത്തിനും ഫിറ്റാകുന്ന ഒരു അച്ചാണ് അവർ ഉപയോഗിക്കുന്നത്. ഒറ്റ കുഴപ്പമേ ഉള്ളൂ, ആ അച്ഛന് യാഥാർത്ഥ്യവുമായിട്ട് ബന്ധമില്ല. അതൊരു സങ്കല്പ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിൽക്കുന്നത്. പക്ഷേ യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ട് വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കി അറിവുകൾ കണ്ടെത്തി ആ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഈ അറിവുണ്ടാക്കാനുള്ള സമയം നമുക്ക് വേണ്ടി വരും. അപ്പോൾ ആധുനിക ചികിത്സ, സയൻറ്റിഫിക് ആയിട്ടുള്ള ചികിത്സാ രീതിയുടെ ചില പ്രത്യേകതകൾ ഇതൊക്കെയാണ്. അതിന് ആദ്യം പല മേഖലകളിൽ നിന്നുള്ള അറിവ് കൺസോളിഡേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ആ അസുഖം എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. അതിനെ നമ്മൾ ഡയഗ്നോസിസ് എന്നാണ് വിളിക്കുന്നത്. പലപ്പോഴും നമ്മൾ ഡോക്ടർമാരുടെ കഴിവിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ സിദ്ധാന്തം എന്നൊക്കെ ആയാലും ഉപയോഗിക്കുന്ന രീതിശാസ്ത്രം എന്തൊക്കെയായാലും അടിസ്ഥാനപരമായി മനുഷ്യരിലൂടെയാണ് ഇത് ഉപയോഗിക്കപ്പെടുന്നത്. അപ്പോൾ അത് എത്ര എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാം എന്നതിനകത്ത് സ്കിൽ ലെവൽ ഡിഫറൻസ് ഉണ്ടാകും. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ചില ഡോക്ടേഴ്സ് കൂടുതൽ സ്കിൽഫുൾ ആണ് എന്ന് പേരെടുത്തിട്ടുണ്ടാകും. ഈ സ്കില്ലിൽ വരുന്ന വ്യത്യാസം ഭൂരിഭാഗം സമയവും സംഭവിക്കുന്നത് ഡയഗ്നോസിസിൽ വരുന്ന വ്യത്യാസമാണ്. അതായത് ഈ കാണുന്ന സിംറ്റംസിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഈ പ്രശ്നം എന്ന് കൃത്യമായി മനസ്സിലാക്കുന്നിടത്താണ് അതിൻ്റെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഭാഗം. അപ്പോൾ ഡയഗ്നോസിസ്, അതിനുശേഷം എന്തൊക്കെ അതിനുവേണ്ടി ഉപയോഗിക്കാം, എന്താണ് അതിൻ്റെ നേച്ചർ, ഈ അസുഖമുണ്ടാക്കുന്ന പ്രശ്നത്തിൻ്റെ സ്വഭാവം എന്താണ്, അതിനനുസരിച്ചിട്ടാണ് അതിനെ എങ്ങനെ കറക്റ്റ് ചെയ്യാമെന്ന് ചികിത്സ ചെയ്യുന്ന ആൾ തീരുമാനിക്കുന്നത്. അതിന് മരുന്ന് കൊടുക്കുകയാണോ വേണ്ടത്, ലൈഫ് സ്റ്റൈൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണോ വേണ്ടത്, സർജറിയിലൂടെ മാറ്റുകയാണോ വേണ്ടത്, ഇങ്ങനെയുള്ള തീരുമാനമെടുക്കലുകൾ അതിന് ശേഷമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ അസുഖത്തിൻ്റെ സ്വഭാവം എന്താണ് എന്നറിഞ്ഞിട്ട് വേണം അവിടെ എന്താണ് പ്രയോഗിക്കേണ്ടതെന്ന് തീരുമാനിക്കാൻ. അത് ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുത്തിക്കൊണ്ടാണോ വേണ്ടത്, അതോ അതിനെ സർജറി ചെയ്ത് മാറ്റേണ്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ അവിടെ ഉണ്ടോ, അതോ അത് മരുന്ന് കഴിക്കുന്നതിലൂടെ ശരിയാക്കാൻ പറ്റുമോ, അതോ അത് ആജീവനാന്തം കറക്റ്റ് ചെയ്യേണ്ട എന്തെങ്കിലും, പിന്തുടരേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടോ, അതോ അതൊരു അവയവ മാറ്റിവെക്കലിലേക്ക് പോകേണ്ടതുണ്ടോ. ഈ തീരുമാനങ്ങളെല്ലാം അസുഖത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ചാണ് വരേണ്ടത്. കാരണം മനുഷ്യൻ്റെ അസുഖങ്ങളെന്ന് പറയുന്നത് പല രീതിയിൽ സംഭവിക്കാം. ഇതാണ് സയൻറ്റിഫിക് ആയിട്ടുള്ള ചികിത്സയുടെ പ്രമാണങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ പൊതുവിൽ കേൾക്കുന്നത് അങ്ങനെയല്ല. നമ്മൾ ആധുനിക ചികിത്സയെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും അലോപ്പതി എന്നാണ് വിളിക്കുന്നത്. അതിനെക്കുറിച്ച് കൂടി ഒന്ന് പറയണം. അലോപ്പതി എന്ന് പറയുന്ന വാക്ക് സാമുവൽ ഹാനിമാൻ ഉണ്ടാക്കിയതാണ്. സാമുവൽ ഹാനിമാൻ ഹോമിയോപ്പതിയുടെ ഉപജ്ഞാതാവാണ്. അദ്ദേഹം ഹോമിയോപ്പതി എന്ന് പറയുന്ന ചികിത്സാ രീതി കണ്ടെത്താൻ ശ്രമിക്കുന്നതിന് കാരണമായത് അക്കാലത്ത് നിലനിന്നിരുന്ന പ്രാകൃതമായിട്ടുള്ള ചില ചികിത്സാ രീതികളാണ്. അതായത് ബ്ലഡ് ലെറ്റിംഗ്, അസുഖത്തിന് കാരണം രക്തത്തിൽ വരുന്ന എന്തോ കുഴപ്പമാണെന്ന് കരുതി രക്തം ഊറ്റിച്ച് കളയുക, ഛർദ്ദിപ്പിക്കുക, പർഗേറ്റീവ്സിൻ്റെ സഹായത്തോടു കൂടി ഛർദ്ദിപ്പിക്കുക, ഇങ്ങനെ വളരെ പ്രാകൃതവും ചിലപ്പോൾ ഈ ചികിത്സ കൊണ്ട് തന്നെ രോഗി മരിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ പോകാവുന്ന തരത്തിലുള്ള ഗൗരവകരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിന് ആൾട്ടർനേറ്റീവ് എന്ന രീതിയിലാണ് സാമുവൽ ഹാനിമാൻ ഹോമിയോപ്പതി എന്ന് പറഞ്ഞ സിദ്ധാന്തം കൊണ്ടുവരുന്നത്. സാമുവൽ ഹാനിമാൻ വിഡ്ഢിയായൊരു മനുഷ്യനായിരുന്നില്ല. സാമുവൽ ഹാനിമാൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ലഭ്യമായ പരിമിതമായ അറിവുകളുടെ പിൻബലം മാത്രമേ ആ കാലഘട്ടത്തിലുണ്ടായ അദ്ദേഹത്തിൻ്റെ ചികിത്സാ രീതിക്കുള്ളൂ എന്നത് മാത്രമാണ് അവിടുത്തെ പ്രശ്നം. അപ്പോൾ സാമുവൽ ഹാനിമാൻ തൻ്റെ ചികിത്സാ രീതി കൊണ്ടുവന്ന് ഹോമിയോപ്പതി എന്ന് വിളിക്കുമ്പോൾ അതിനെ അല്ലാത്ത നിലവിലിരിക്കുന്ന അതെന്തിനാണോ പകരം വെക്കുന്നത് അതിനെ അദ്ദേഹം വിളിച്ച പേരാണ് അലോപ്പതി. അല്ലെങ്കിൽ ആ ചികിത്സാ രീതിയോട് അദ്ദേഹത്തിനുള്ള ചെറിയ നീരസം കൂടിയാണ് ആ വാക്കിലുള്ളത്. സാമുവൽ ഹാനിമാൻ എന്തിനാണോ അലോപ്പതി എന്ന് വിളിച്ചത് അതുമായി ഇന്നത്തെ ആധുനിക ചികിത്സാ രീതിക്ക് യാതൊരു ബന്ധവുമില്ല. കാരണം അതിനുശേഷം നമ്മൾ രോഗത്തെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും മനുഷ്യരെക്കുറിച്ചും രോഗങ്ങളെക്കുറിച്ചും മരുന്നുകളെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒരുപാട് മാറിയിട്ടുണ്ട്. അതിനനുസരിച്ചിട്ട് ഈ ചികിത്സാ രീതിയും മാറിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ രക്തഗ്രൂപ്പുകൾ, എ ഗ്രൂപ്പ്, ബി ഗ്രൂപ്പ്, ഒ ഗ്രൂപ്പ് എന്നിങ്ങനെയുള്ള രക്തങ്ങൾക്ക് പല ഗ്രൂപ്പുകളുണ്ട് എന്ന് പോലും അറിയാതിരുന്നൊരു കാലം, സൂക്ഷ്മ അണുക്കളാണ് പല രോഗങ്ങളുടെയും കാരണം എന്ന് പോലും മനസ്സിലായിട്ടില്ലാത്തൊരു കാലം, അത്ര പരിമിതമായ അറിവിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് ഇതുണ്ടാകുന്നത്. നമ്മൾ അതൊക്കെ ഇപ്പോഴും പിന്തുടരുന്നിടത്താണ് ഈ വീഡിയോയിൽ ഇപ്പോഴും ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പിന്നിലുള്ള കാരണം. എന്തുകൊണ്ടത് ചർച്ച ചെയ്യേണ്ടി വരുന്നു? നമ്മൾ നമ്മുടെ ജീവൻ വച്ചാണ്
ഒരു രോഗചികിത്സയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കളിക്കുന്നത്. നമുക്കൊരു അസുഖം വരുമ്പോൾ ആ അസുഖം കൃത്യമായി മനസ്സിലാക്കാൻ കൃത്യമായ ശാസ്ത്രീയമായിട്ടുള്ള മാർഗങ്ങൾ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ വളരെ ഗൗരവകരമായിട്ടുള്ള അസുഖങ്ങൾ ചിലപ്പോൾ നമ്മൾ നിസ്സാരവൽക്കരിച്ചേക്കാം. കാരണം നമ്മൾ എപ്പോഴും അനുഭവിക്കുന്നത് അസുഖമല്ല, അതിൻ്റെ സിംറ്റംസാണ്, ലക്ഷണങ്ങളാണ്. പല അസുഖങ്ങൾക്ക്, ഇപ്പോൾ തലവേദന എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ദിവസം ഉറങ്ങാതിരുന്നാൽ വന്നേക്കാം, നിങ്ങൾക്ക് ബ്രെയിൻ ട്യൂമർ ഉണ്ടെങ്കിലും വന്നേക്കാം. ഇങ്ങനെ വളരെ നിസ്സാരമായത് മുതൽ ജീവന് ഭീഷണിയാകാവുന്ന വളരെ ഗുരുതരമായ അസുഖങ്ങൾക്ക് പോലും തലവേദന ഒരു കോമൺ സിംറ്റമാണ്. അപ്പോൾ നമുക്ക് അനുഭവിക്കുന്ന തലവേദനയാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതെന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് സയൻറ്റിഫിക് ആയിട്ടുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ സ്വീകരിച്ചില്ലെങ്കിൽ ഇത് വളരെ ജീവന് വിലയുള്ള ഒരു അബദ്ധമായിരിക്കും നമ്മൾ കാണിക്കുന്നത്. പക്ഷേ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആളുകൾ ഒഫെൻസീവ് ആകും. അവരെ സംബന്ധിച്ചിടത്തോളം അവർ കാലങ്ങളായി തുടരുന്ന എന്തെങ്കിലും ചികിത്സാ രീതി അത് അവർ ചികിത്സകരായിക്കൊള്ളണമെന്നില്ല. അവർ ശരിയെന്ന് കരുതി, സത്യമെന്ന് കരുതി കാലങ്ങളായി അവർക്കോ അവരുടെ കുട്ടികൾക്കോ ഒക്കെ അവലംബിച്ചുകൊണ്ടിരിക്കുന്ന ചികിത്സാ രീതി തെറ്റാണെന്ന് അറിയുമ്പോൾ മനുഷ്യ സഹജമായി ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതുവരെ ചെയ്തുകൊണ്ടിരുന്നത് തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ബുദ്ധിമുട്ടുണ്ട്, മാനസികമായ ബുദ്ധിമുട്ട്. അത് ചിലപ്പോൾ വൈകാരികമായിരിക്കും, ചിലപ്പോൾ അത് കോഗ്നിറ്റീവ് ഡിസണൻസ് എന്ന് പറഞ്ഞ മാനസിക അവസ്ഥയായിരിക്കും. വൈരുദ്ധ്യങ്ങളെ ഒരുമിച്ച് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ പുതിയ ഇൻഫർമേഷൻ നമ്മൾ തള്ളിക്കളയാൻ ശ്രമിക്കും, അതിനെന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് നമ്മൾ അതിനെ നെഗറ്റ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ അത്തരം ശ്രമങ്ങൾ കൊണ്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവൻ തന്നെയാണ് അപകടത്തിലാക്കുന്നത് എന്നുകൂടി ഓർമ്മിച്ചിരിക്കേണ്ട ഒരു അത്യാവശ്യമുണ്ട്. ഈ പലപ്പോഴും സയൻറ്റിഫിക് ആയിട്ടുള്ള മെഡിസിന് വേണ്ടി സംസാരിക്കുമ്പോൾ നേരിടേണ്ടി വന്നിട്ടുള്ള ചില കൗണ്ടർ ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ അതൊരു സമൂഹത്തിൽ പരക്കെ നിലനിൽക്കുന്ന ചില തെറ്റിദ്ധാരണകൾ. നമുക്ക് അതിനെക്കുറിച്ചുകൂടി ഒന്ന് സംസാരിച്ചത് അവസാനിപ്പിക്കാം. ഒരു ആരോപണം കേട്ടിട്ടുള്ളത് മോഡേൺ മെഡിസിൻ, അതായത് മോഡേൺ മെഡിസിനെ പൊതുവെ ഈ ആരോപണം ഉന്നയിക്കുന്നവർ അലോപ്പതി എന്നായിരിക്കും വിളിക്കുന്നത്. അലോപ്പതി എന്ന് പറയുന്നത് അല്ല മോഡേൺ മെഡിസിൻ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് കുറച്ചുകൂടി നീളമുള്ള വാക്കാണെങ്കിൽ അത് ഉപയോഗിക്കുന്നത്. മോഡേൺ മെഡിസിൻ രോഗലക്ഷണങ്ങളെയാണ് ചികിത്സിക്കുന്നത്, രോഗത്തെ അല്ല. ഇത് പരക്കെ ആളുകൾ വിശ്വസിക്കാറുണ്ട്. ഈ വിശ്വസിക്കുന്ന ആൾക്കാരും ഇത് ആധികാരികത പറയുന്ന ആൾക്കാരും രോഗത്തെക്കുറിച്ചോ ശരീരത്തെക്കുറിച്ചോ അങ്ങനെ എല്ലാം മനസ്സിലാക്കിയ വലിയ വിദഗ്ധരൊന്നും ആയിരിക്കണമെന്നില്ല. അവരിത് പലയിടത്ത് കേട്ടിട്ടുണ്ട്, ഇത് ശരിയാണെന്ന് അവർ കരുതുന്നു, അവരത് വിളിച്ചു. ഇങ്ങനെ ഒന്ന് മോഡേൺ മെഡിസിൻ ഇല്ല. മോഡേൺ മെഡിസിൻ എപ്പോഴും അന്വേഷിക്കുന്നത് എന്തുകൊണ്ടുണ്ടാകുന്നതാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ പോലെ ധാരാളം ആശുപത്രികളും ധാരാളം മെഡിക്കൽ ഷോപ്പുകളും ഒരുപാട് ഡോക്ടർമാരുടെ ആക്സസിബിലിറ്റി ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഒരുപാട് പേര് പെട്ടെന്ന് ഡോക്ടർമാരെ കാണാൻ ശ്രമിക്കും. കാരണം എന്തെങ്കിലും ഒരു കാര്യം എളുപ്പമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പേര് ഡോക്ടർമാരെ കാണാൻ ചെല്ലും. ഡോക്ടർ സുഹൃത്തുക്കളോട് ചോദിച്ചാൽ അവർ മനസ്സിലാക്കും. പല ആളുകളും വരുന്നത് അവർ റിപ്പോർട്ട് ചെയ്യുന്ന അസുഖങ്ങൾ വളരെ നിസ്സാരമായിട്ടുള്ള അസുഖങ്ങളാണ്. അതിന് ചിലപ്പോൾ ചികിത്സ തന്നെ വേണ്ട ആവശ്യം ഉണ്ടായിരിക്കില്ല. പക്ഷേ ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമായിട്ട് ഒരാൾ വരുമ്പോൾ അത് ചികിത്സിക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജോലി ആയതുകൊണ്ട് അദ്ദേഹം ഒരു മരുന്ന് കൊടുത്ത് ചികിത്സിക്കാൻ ശ്രമിക്കും. ഇപ്പോൾ ഒരു ദഹന പ്രശ്നം വന്നൊന്ന് കരുതിക്കോളൂ, അത് എന്തെങ്കിലും കാരണത്താൽ ഒരു ഇൻഡൈജഷൻ വന്നു കഴിഞ്ഞു, ചിലപ്പോൾ ശരീരം അത് താനെ കറക്റ്റ് ചെയ്യുന്നതായിരിക്കും. അത് കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, ബ്ലോട്ടിംഗ് എന്ന് പറയുന്ന വയറ് വീർത്തിരിക്കുന്നു അല്ലെങ്കിൽ ഒരു പെരുക്കം ഫീൽ ചെയ്യുന്നു, അത് മാറ്റാനൊരു മരുന്ന് കൊടുത്താൽ അത് ശരീരം താനെ കറക്റ്റ് ചെയ്തോളൂ. ഇപ്പോൾ ഒരു തലവേദന വരുന്നു, തലവേദന ചിലപ്പോൾ 2 ദിവസം ഉറങ്ങാതെ ജോലിയെടുത്ത് ചെയ്തതിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ കിടപ്പ് ശരിയാകാതെ പല കാരണങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ സ്ട്രെസ്സ്, നമുക്കെന്തെങ്കിലും മാനസികമായിട്ടുള്ള സമ്മർദ്ദമുള്ളതുകൊണ്ട് തലവേദന വരാം. അത് മറ്റേതെങ്കിലും രീതിയിൽ ഒരു തലവേദന എന്ന് പറയുന്ന ആ പ്രശ്നത്തെ മാത്രം, ആ വേദന അഡ്രസ്സ് ചെയ്യാനുള്ളൊരു മരുന്ന് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ മറ്റേ പ്രശ്നം അത് പതിയെ ശരീരം തന്നെ കറക്റ്റ് ചെയ്തെടുത്തോളും. അപ്പോൾ നമ്മൾ പലപ്പോഴും മരുന്നില്ലാതെ ചികിത്സിക്കാവുന്ന, മരുന്നില്ലാതെ തന്നെ ശരീരത്തിന് ഭേദമാക്കാൻ കഴിയുന്ന അസുഖങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. പക്ഷേ അങ്ങനെ അല്ലാത്ത അസുഖങ്ങളെക്കുറിച്ചാണ് നമ്മൾ കൂടുതൽ പേടിക്കേണ്ടതെന്നുള്ളതുകൊണ്ടാണ് ഇത് നമ്മൾ സംസാരിക്കേണ്ടത്. മോഡേൺ മെഡിസിൻ അങ്ങനെ അസുഖ ലക്ഷണങ്ങളല്ല ചികിത്സിക്കുന്നത്. ഡോക്ടർ എന്തിനാണ്, അതായത് നിങ്ങൾ കൈ ഒടിഞ്ഞൊരാൾ, ഒരു സൈക്കിളിൽ നിന്നും വീണു ഒരാളെ കൊണ്ടു ചെല്ലുമ്പോൾ അയാളുടെ ലക്ഷണം എന്താണ്? അയാളുടെ ലക്ഷണം പെയിനാണ്, ചിലപ്പോൾ അത് ഫ്രാക്ചർ ആയിരിക്കും. മോഡേൺ മെഡിസിൻ ലക്ഷണങ്ങളാണ് ചികിത്സിക്കുന്നുണ്ടെങ്കിൽ പെയിൻ കില്ലർ കൊടുത്താൽ മതി. മോഡേൺ മെഡിസിൻ ലക്ഷണങ്ങളിൽ നിർത്താത്തത് കൊണ്ടാണ് എക്സ്റേ എടുക്കാൻ പറയുന്നത്. അതുകൊണ്ടാണ് ആ ഇമേജ് നോക്കിയതിന് ശേഷം ബാക്കി കറക്ഷൻസ് ചെയ്യേണ്ടി വരുന്നത്. ചിലപ്പോൾ അതിനകത്ത് സർജറി തന്നെ ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ടാവുമല്ലോ. ആ സർജറി ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ലക്ഷണങ്ങളല്ല ചികിത്സിക്കുന്നത്, കാരണം അവിടുത്തെ ലക്ഷണം പെയിനാണ്. അല്ലെങ്കിൽ മുറിവിലൂടെ രക്തം പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ലക്ഷണം രക്തം പോകുന്നുള്ളതാണ്, അത് അടച്ച് കെട്ടിയാൽ മതിയോ? ഇൻറ്റേർണൽ ബ്ലീഡിങ് ആണെന്നുണ്ടെങ്കിൽ രക്തം പോയിക്കൊണ്ടിരിക്കുന്ന രക്തത്തെ തടഞ്ഞു നിർത്തിയാൽ മാത്രം പ്രശ്നം പരിഹരിക്കപ്പെടുമോ? ഇല്ല. അതുകൊണ്ട് ലക്ഷണങ്ങളെ മാത്രമാണ് മോഡേൺ മെഡിസിൻ ട്രീറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് തെറ്റിദ്ധാരണയാണ്. മോഡേൺ മെഡിസിൻ അതിൻ്റെ കാരണം കണ്ടെത്തി അതിനെ ശരിയാക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. മറ്റൊരു വാദം സ്ഥിരം കേൾക്കുന്നത് മോഡേൺ മെഡിസിനിലെ മരുന്നുകൾക്ക് സൈഡ് എഫക്ട്സ് ഉണ്ട്, ആയുർവേദത്തിലോ ഹോമിയോപ്പതിക്കോ സൈഡ് എഫക്ട്സേ ഇല്ല. ഇത് വളരെ രസകരമായിട്ടുള്ളൊരു വാദമാണ്. എന്തുകൊണ്ടാണ് മോഡേൺ മെഡിസിനിലെ മരുന്നുകൾക്ക് സൈഡ് എഫക്ട്സ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാവുന്നത്? എന്തുകൊണ്ടെന്നാൽ ആ മരുന്ന് കണ്ടെത്തിയ ആളുകൾ തന്നെ അതിൻ്റെ ഇഫക്ട്സിനോടൊപ്പം അതിൻ്റെ സൈഡ് എഫക്ട്സ് കൂടി ഡോക്യുമെൻ്റ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്? അത് മാൻഡേറ്ററി ആണ്.
സയൻറ്റിഫിക്കായിട്ട് മരുന്ന് നിർമ്മിക്കാൻ ശ്രമിക്കുമ്പോൾ അത് വളരെ കൃത്യമായ ഗൈഡ് ലൈൻ സയൻസിൻ്റെ മെത്തഡോളജി ഫോളോ ചെയ്യുന്നത് കൊണ്ട് അത് ശരീരത്തിലുണ്ടാക്കാൻ പോകുന്ന എല്ലാ പ്രശ്നങ്ങളും എല്ലാ മാറ്റങ്ങളും മനസ്സിലാക്കി ഡോക്യുമെൻ്റ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ മോഡേൺ മെഡിസിനിലെ ചില ടെക്സ്റ്റ് ബുക്കുകളെടുത്ത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ചില അസുഖങ്ങളെക്കുറിച്ച് പറയുന്നിടത്ത് എഴുതിയിട്ടുണ്ടാകും, ഇപ്പോൾ ഈ അസുഖത്തിന് ചികിത്സ നിലവിലില്ല. അതൊരു വീക്ക്നെസ്സാണ്, പക്ഷേ അതൊരു സത്യസന്ധത കൂടിയാണ്. ചികിത്സ ഇല്ലെങ്കിൽ ചികിത്സ ഇല്ല എന്ന് പറയൽ മാത്രമാണ് അവിടെ മാർഗം. ആ കൂട്ടത്തിൽപ്പെട്ടതാണ് ഈ മരുന്ന് അകത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇന്ന ഫലങ്ങളും ഇന്ന പാർശ്വഫലങ്ങളും ഉണ്ടാകും. പാർശ്വഫലങ്ങളെയാണ് നമ്മൾ സൈഡ് എഫക്ട്സ് എന്ന് വിളിക്കുന്നത്. നമ്മൾ എന്ത് ഫലമാണോ ഉദ്ദേശിക്കുന്നത് അതിനു പുറമേ അതുണ്ടാക്കാൻ സാധ്യതയുള്ള ഫലങ്ങൾ. നമ്മൾ മരുന്ന് കഴിക്കുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ മരുന്ന് കഴിക്കേണ്ടി വരുന്നതോ ചികിത്സ തേടുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് അസുഖം കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനാണ്. ആ അസുഖങ്ങൾ കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എത്രത്തോളം വലുതാണ്, മരുന്നുണ്ടാക്കാൻ പോകുന്ന ആ അസുഖം മാറ്റാൻ കഴിവുള്ള മരുന്നുണ്ടാക്കാൻ പോകുന്ന സൈഡ് എഫക്റ്റുകൾ എത്രത്തോളം ഗൗരവകരമാണ്. ഇതിൽ സൈഡ് എഫക്റ്റുകൾ അസുഖമുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളെക്കാൾ കൂടുതലോ താരതമ്യം ചെയ്യാവുന്നതാണെങ്കിൽ പോലും ആ മരുന്ന് നമ്മൾ ഉപയോഗിക്കില്ല. പലപ്പോഴും പല മരുന്നുകളുടെയും സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത് ഉറക്കമുണ്ടാക്കിയേക്കാം, അതൊരു സൈഡ് എഫക്റ്റാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഡോക്ടർ പറയും ഈ മരുന്ന് കഴിച്ചിട്ട് വണ്ടി ഓടിക്കരുത്, കാരണം ഉറക്കം വരാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ തലചുറ്റലുണ്ടാക്കിയേക്കാം, ചിലപ്പോൾ ഹാർട്ട് ബേൺ വയറരിച്ചിലുണ്ടാക്കിയേക്കാം. ഇതെല്ലാം സാധ്യതകളാണ്. ഇതിനെക്കുറിച്ച് ഇതുണ്ടോ എന്നറിയാൻ വിശദമായി പഠിച്ച് സൂക്ഷ്മമായി ഡോക്യുമെൻ്റ് ചെയ്തുകൊണ്ടാണ് ഈ സൈഡ് എഫക്ട്സ് പറയാൻ കഴിയുന്നത്. ഇതര ചികിത്സകളിൽ അകത്തേക്ക് എടുക്കുന്ന സാധനം എന്താണെന്ന് പോലും പലപ്പോഴും ആളുകൾക്ക് അറിയില്ല. നിങ്ങളൊരു ഹോമിയോ ഡോക്ടർ തരുന്ന മരുന്ന് എന്താണെന്ന് അറിയാൻ എന്താണ് മാർഗ്ഗമെന്ന് അന്വേഷിച്ച് നോക്കുക. അതിനകത്ത് വല്ല ലേബലും ഉണ്ടോ? മോഡേൺ മെഡിസിൻ നിങ്ങൾ കഴിക്കുന്ന മരുന്ന് എന്താണെന്ന് നിങ്ങൾ ഇൻ്റർനെറ്റ് സെർച്ച് ചെയ്ത് നോക്കുക. അത് ആരാണ് കണ്ടെത്തിയത്, എങ്ങനെയാണ് ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്, അത് ശരീരത്തിൽ കഴിച്ചാൽ എന്തൊക്കെ രീതിയിലേക്ക് അത് എങ്ങനെ അബ്സോർബ് ചെയ്യപ്പെടും, എന്തൊക്കെ സ്ഥലത്തേക്ക് അത് പോകും, ഏതൊക്കെ സ്ഥലങ്ങളിൽ എന്തൊക്കെ രീതിയിൽ പ്രവർത്തിക്കും, ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടും. മറ്റതല്ല, അതിനകത്ത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല. മരുന്ന് എന്താണെന്ന് പോലും അറിയാതെ, അതിന് സൈഡ് എഫക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയാതെ നിങ്ങൾ ഇല്ല എന്ന് ഉറപ്പിച്ച് പറയുന്നു. അത് പഠിച്ചിട്ടുണ്ടോ? സൈഡ് എഫക്ട്സ് ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? ഇനി രണ്ട് വാക്കുകൾ മനസ്സിലാക്കണം. സൈഡ് എഫക്ട്സ് വേറെ, അഡ്വേഴ്സ് എഫക്റ്റ് വേറെ. സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ശരീരത്തിലേക്ക് ഒരു മരുന്ന് കഴിക്കുകയാണ് നിങ്ങൾ, അല്ലെങ്കിൽ അത് ശരീരത്തിൻ്റെ രക്തത്തിലൂടെ പല ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിന്ന് പ്രവർത്തിക്കുന്നതിന് പുറമെ നമ്മൾ ഉദ്ദേശിക്കാത്ത സ്ഥലങ്ങളിൽ അതിന് എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചിലപ്പോൾ ഉണ്ടായേക്കും. അത് അസുഖമുണ്ടാക്കുന്ന ഗൗരവകരമായിട്ടുള്ള ഫലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നിസ്സാരമാണ് എന്നുണ്ടെങ്കിൽ അതുകൂടി നമ്മൾ ഉൾക്കൊള്ളുന്നു. എല്ലാത്തിനും റിസ്ക്കും ബെനിഫിറ്റും ഉണ്ടല്ലോ, ഗുണവും ദോഷവും ഉണ്ടല്ലോ. നമ്മൾ ദോഷങ്ങൾ കുറവാണെങ്കിൽ ആ ഗുണങ്ങൾക്ക് വേണ്ടി നമ്മളത് എടുക്കും. പക്ഷേ അപ്പോഴും അതവിടെ എഴുതി വെച്ചിട്ടുണ്ടാകും, അത് വെൽ ഡോക്യുമെൻറ്റഡ് ആയിരിക്കും എന്നേ ഉള്ളൂ. പക്ഷേ നമ്മൾ അതിനു വേണ്ടി പഠിച്ചാൽ മാത്രമേ അത് കണ്ടെത്താൻ കഴിയൂ. അത് കണ്ടെത്താത്തത്, അത് രാജഭരണകാലത്ത് അഴിമതി ഇല്ലായിരുന്നു എന്ന് പറയുന്ന പോലെയാണ്. രാജഭരണകാലത്ത് അഴിമതി ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് വിജിലൻസ് പോലുള്ള സംവിധാനങ്ങളുള്ളതുകൊണ്ടാണ്, മീഡിയ പോലുള്ള മറ്റ് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളും വ്യക്തികളും ഒക്കെ ഉള്ളതുകൊണ്ടാണ്. രാജഭരണകാലത്ത് അങ്ങനെ സംവിധാനങ്ങളേ ഇല്ല. അതായത് ഷുഗർ ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം ഇല്ലാത്ത കാലത്ത് നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടെന്ന് മനസ്സിലാവില്ല. അത് ഡയബറ്റീസ് ഇല്ല എന്നതിൻ്റെ അർത്ഥമല്ല, നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമാണ്. അപ്പോൾ സൈഡ് എഫക്ട്സിനെ കുറിച്ച് അറിയുമ്പോൾ, സൈഡ് എഫക്ട്സ് പാർശ്വഫലങ്ങളാണ്. അഡ്വേഴ്സ് ഇഫക്ട്സ് എന്ന് പറയുന്നത് ആ പാർശ്വഫലങ്ങൾ ദോഷം ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം. പല മരുന്നുകളെയും പാർശ്വഫലങ്ങൾക്ക് അഡ്വേഴ്സ് ഇഫക്ട്സ് ഇല്ല, സൈഡ് എഫക്ട്സ് മാത്രമേ ഉള്ളൂ. ഉണ്ടെങ്കിൽ തന്നെ അത് സഹിക്കാവുന്നത്ര നിസ്സാരമായിട്ടുള്ള ഫലങ്ങൾ മാത്രമായിരിക്കും. അപ്പോൾ പാർശ്വഫലങ്ങളെക്കുറിച്ച് മോഡേൺ മെഡിസിന് വരുന്ന ഭീഷണി, അല്ലെങ്കിൽ അതിന് മേൽ ആരോപിക്കപ്പെടുന്ന ഈ ഒരു ദോഷം എന്ന് പറയുന്നത് മറ്റ് ചികിത്സാ രീതികൾ ഇതിനെക്കുറിച്ച് ബോധേഡല്ലാത്തതുകൊണ്ട് മാത്രമാണ്. ഇത് മോഡേൺ മെഡിസിൻ അതിനെക്കുറിച്ച് ബോധേഡായതുകൊണ്ടാണ് അത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നത്. ഇനി മറ്റൊന്നുള്ളത്, നമ്മളുടെ ഈ മോഡേൺ മെഡിസിനെ നമ്മൾ ഇപ്പോഴും വിളിക്കുന്നത് ഇംഗ്ലീഷ് മെഡിസിൻ എന്നാണ്. ഇംഗ്ലീഷ് മരുന്നുകളെന്നാണ് അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള ഉത്ഭവം എങ്ങനെയാണ് എന്ന് ഇപ്പോഴും എനിക്ക് വ്യക്തമല്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ഇംഗ്ലീഷുകാർ കണ്ടെത്തിയത് എന്ന അർത്ഥത്തിലല്ല നമ്മൾ ആ ചികിത്സാ രീതി തുടരുന്നത്. അത് ഗ്ലോബലാണ്. അത് ഏതെങ്കിലും ഒരു രാജ്യക്കാർ കണ്ടുപിടിച്ച ചികിത്സാ രീതി അല്ല. മോഡേൺ മെഡിസിനിൽ ഉപയോഗിക്കുന്ന മരുന്നുകളാകട്ടെ, അതിൽ ഉപയോഗിക്കപ്പെടുന്ന അറിവുകളാകട്ടെ, ഇതൊക്കെ ലോകമെമ്പാടും നാനാവിധ സംസ്കാരങ്ങളിൽ, നാനാവിധ മതവിശ്വാസങ്ങളെ ഇല്ലാത്ത അങ്ങനെ പലവിധ ആളുകൾ മനസ്സിലാക്കിയ അറിവുകൾ നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് ഭേദഭാവങ്ങളോ വിവേചനങ്ങളോ ജാതി മത ലിംഗ വ്യത്യാസങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അതിന് ചരിത്രപരമായിട്ടുള്ള ചില കാരണങ്ങൾ കൊണ്ട് നമ്മളിപ്പോഴും അതിനെ ഇംഗ്ലീഷ് മരുന്നെന്ന് വിളിച്ചേക്കാം. പക്ഷേ അത് ഇംഗ്ലീഷുകാർ കണ്ടെത്തിയ ഒരു ചികിത്സാ രീതിയോ ഇംഗ്ലീഷുകാരുടെ പ്രോപ്പർട്ടിയായി പിന്നീട് ലോകത്തേക്ക് കൊണ്ടുവന്ന ചികിത്സാ രീതിയോ ഒന്നുമല്ല. ഇനിയൊരു ക്ലാസിക് വാദമുള്ളത്,
മോഡേൺ മെഡിസിനിലെ മരുന്നുകളെല്ലാം കെമിക്കൽസ് ആണെന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ ഇതേ ചാനലിൽ പലതവണ സംസാരിച്ചിട്ടുണ്ട്. അതിലൊരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിനോടൊപ്പം കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് വിശദമായി കണ്ട് മനസ്സിലാക്കാം. കെമിക്കൽസ് അല്ലാത്ത ഒന്നും തന്നെ ഒരിടത്തും നമ്മൾ ഉപയോഗിക്കുന്നില്ല. അതിന് ഹോമിയോപ്പതി ആയിക്കൊള്ളട്ടെ, ആയുർവേദം ആയിക്കൊള്ളട്ടെ, ഈ മരുന്നുകളൊന്നും നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് ഉപദേശിച്ച് നന്നാക്കുന്ന രീതിയിലല്ല, മറിച്ച് അത് ശരീരത്തിലെ കെമിക്കൽ റിയാക്ഷൻസിൽ നടത്തുന്ന കെമിക്കലായിട്ടുള്ള ഇടപെടലുകൾ കൂടി തന്നെയാണ്. നമ്മളൊരു ചെടിയുടെ എക്സ്ട്രാക്റ്റ് ആയിരിക്കും ചിലപ്പോൾ മരുന്നായിട്ട് കഴിക്കുന്നത്. ആയുർവേദത്തിലെ ഒരു നാച്ചുറൽ റെമഡി അല്ലെങ്കിൽ ഹെർബൽ റെമഡി നമ്മൾ ഉപയോഗിക്കുന്ന സംഗതി നമ്മൾ അകത്തേക്ക് കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ ചെടിയിലുള്ള രാസവസ്തുക്കൾ, അതിലടങ്ങിയിരിക്കുന്ന അനേകം ആൽക്കലോയിഡുകളും അങ്ങനെയുള്ള രാസവസ്തുക്കളും അകത്ത് നിന്ന് പ്രവർത്തിക്കുന്ന വഴിയാണ്. അല്ലാതെ ഈ മരുന്ന് നിങ്ങളുടെ ശരീരത്തെ ഉപദേശിച്ച് അങ്ങനെയൊന്നും പാടില്ല, ഈ അസുഖമൊന്നും പാടില്ല എന്ന് ഉപദേശിച്ച് നന്നാക്കുകയല്ല ചെയ്യുന്നത്. അവിടെയും രാസപ്രവർത്തനങ്ങൾ തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ അനാവശ്യമായിട്ടുള്ള പല മേഖലകളിൽ നമ്മൾ വെച്ച് പുലർത്തുന്ന രാസവസ്തു പേടി, കീമോഫോബിയാണ് ഇതിനകത്തേക്കും പലപ്പോഴും കൊണ്ടുവരുന്നത്. മറ്റൊന്നുള്ളത് ഈ ബിഗ് ഫാർമ അല്ലെങ്കിൽ മരുന്ന് മാഫിയകളാണ് മോഡേൺ മെഡിസിനെ നിയന്ത്രിക്കുന്നത് എന്നുള്ള വാദമാണ്. ഈ വാദത്തിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇനി അത് സത്യമാണെങ്കിൽ പോലും നമ്മളുടെ ഈ ചർച്ചയിൽ അത് പ്രസക്തമല്ല എന്നതാണ്. ഞാൻ പറഞ്ഞത് സത്യമാണെങ്കിൽ പോലും എന്നാണ്. സത്യമാകണം എന്നില്ല, സത്യമാണ് എന്ന് ഉറപ്പിക്കാനും പറ്റില്ല. മാഫിയകൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ചികിത്സാ രംഗത്ത് മാത്രമുള്ളതല്ല. അതൊരു നൈതിക പ്രശ്നമാണ്, ഒരു എത്തിക്കൽ ഇഷ്യൂ ആണ്, അതൊരു സോഷ്യൽ ഇഷ്യൂ ആണ്, ചിലപ്പോഴൊക്കെ അതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. അതായത് എല്ലാ മേഖലയിലും, ചികിത്സയിലാകട്ടെ, കൺസ്ട്രക്ഷനിലായിക്കൊള്ളട്ടെ, വിദ്യാഭ്യാസത്തിലായിക്കൊള്ളട്ടെ, ഏത് മേഖലയിലായിക്കഴിഞ്ഞാലും ഈ കുത്തകകൾ അവിടെ നമുക്ക് ദോഷം ചെയ്യും. അത് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് സിസ്റ്റത്തെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള പൊട്ടൻഷ്യൽ അവിടെ ഉണ്ട്. അതിനെങ്ങനെയാണ് നമ്മൾ തിരുത്തേണ്ടത്? അതിനെ തിരുത്തേണ്ടത് സാമൂഹികമായിട്ടുള്ള ഇടപെടലുകളിലൂടെയാണ്. സർക്കാരുകൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. സർക്കാരുകൾ അവരുടെ അധികാരങ്ങൾ അവിടെ പ്രവർത്തിക്കേണ്ടതുണ്ട്. അതൊരു എത്തിക്കൽ ഇഷ്യൂ ആണ്. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് തീർത്തും സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു പ്രശ്നമാണ്. ഈ ചികിത്സാ രീതികളിൽ അവ പിന്തുടരുന്ന രീതി, അവ അവലംബിക്കുന്ന ഈ തത്വശാസ്ത്രങ്ങൾ, അത് ശാസ്ത്രവിരുദ്ധമായതുകൊണ്ടാണ് പ്രശ്നമാകുന്നത്. മോഡേൺ മെഡിസിൻ മുഴുവൻ കള്ളന്മാരാണ് നടത്തിക്കൊണ്ട് പോകുന്നതെങ്കിൽ പോലും അതിൻ്റെ തത്വശാസ്ത്രങ്ങളെക്കുറിച്ച്, അത് ഉപയോഗിക്കുന്ന അടിസ്ഥാന പ്രമാണങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. അതായത് അരിയിൽ കല്ലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അരിയിലെ കല്ല് എങ്ങനെ മാറ്റാം എന്നതിനെക്കുറിച്ചാണ്. അല്ലാതെ അരി ഉപേക്ഷിച്ചിട്ട് നാളെ ചാണകം തിന്നാം എന്ന ആലോചന അല്ല അവിടെ വേണ്ടത്. അപ്പോൾ എത്തിക്കൽ പ്രശ്നങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് സയൻറ്റിഫിക് ആയിട്ടുള്ള പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഈ മരുന്ന് മാഫിയകൾ എന്ന് പറയുന്നത് ഒരു സാമൂഹികമായിട്ടുള്ളൊരു പ്രശ്നമാണ്. അത് എത്രത്തോളമുണ്ട്? കാരണം അതിൻ്റെ ഡിസൈൻ തന്നെ പറയുന്നത്, അതിനെക്കുറിച്ചുള്ള വിവരണം തന്നെ പറയുന്നത് രഹസ്യമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഈ രഹസ്യമായി പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിനെക്കുറിച്ച് വിവരങ്ങൾ ലഭ്യമല്ല, അല്ലെങ്കിൽ വ്യക്തതയില്ല എന്ന് കൂടിയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെ നമ്മൾ കണ്ടെത്തുന്നതിനെക്കുറിച്ചും സർക്കാരുകളുടെ മെഷീനറി ഉപയോഗിച്ച് അതിനെ നിയന്ത്രിക്കുന്നതിനെക്കുറിച്ചുമുള്ള ചർച്ചകൾ നമുക്ക് സമാന്തരമായി നടത്തേണ്ടതുണ്ട്. ഇനി മറ്റൊരു രസകരമായിട്ടുള്ള മറുവാദം കൂടി കേട്ടിട്ടുണ്ട്. അതായത് മോഡേൺ മെഡിസിനിലെ ചികിത്സ സ്വീകരിച്ച് മരിക്കുന്ന ആളുകളുടെ എണ്ണം ഇതര ചികിത്സകളിൽ മരിക്കുന്ന ആളുകളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണെന്നുള്ളതാണ്. വളരെ വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണത്. മോഡേൺ മെഡിസിനിലെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് മരിക്കുന്നവരുടെ എണ്ണം മറ്റ് ചികിത്സകൾ കഴിഞ്ഞ് മരിക്കുന്നവരെക്കാൾ വളരെ വളരെ കൂടുതലാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മരിക്കാൻ സാധ്യതയുള്ള രോഗങ്ങളുള്ളവർ മോഡേൺ മെഡിസിനെയാണ് അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ടാണ്. അതായത് ഹോമിയോ മെഡിക്കൽ കോളേജിൻ്റെ ഗേറ്റിന് മുമ്പിൽ വെച്ച് ഒരാൾക്ക് നെഞ്ചുവേദന വന്നാൽ അയാളെ 10 കിലോമീറ്റർ അപ്പുറത്തുള്ള മോഡേൺ മെഡിസിൻ ചികിത്സിക്കുന്ന ഹോസ്പിറ്റലിലേക്കായിരിക്കും അവിടെയുള്ള ആളുകൾ കൊണ്ടുപോവുക. തൊട്ടപ്പുറത്തിരിക്കുന്ന മെഡിക്കൽ കോളേജിലേക്ക്, ഹോമിയോ മെഡിക്കൽ കോളേജിലേക്ക് അയാളെ കൊണ്ടുപോകില്ല. അതിന് പലപ്പോഴും അവർ പറയുന്ന ന്യായം ഹോമിയോ പതിയെ മാത്രം പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അതെന്താണ് ഈ പതിയെ പ്രവർത്തിക്കുന്നത്? ശരീരം ഒന്നല്ലേ ഉള്ളൂ, എല്ലാ ശരീര പ്രവർത്തനങ്ങളും ഒരുപോലെ തന്നെയല്ലേ. അസുഖം എങ്ങനെ വന്നു കഴിഞ്ഞാലും അതിനെ അഡ്രസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ശാസ്ത്രീയമായിട്ടുള്ള അറിവ് നമുക്കവിടെ ആവശ്യമുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. അത് പതിയെ മാത്രം പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത്, പതിയെ ശരീരത്തിന് തന്നെ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന നിസ്സാരമായിട്ടുള്ള പ്രശ്നങ്ങളെ ക്രെഡിറ്റ് എടുക്കുക മാത്രമാണ് അവിടെ സംഭവിക്കുന്നത്. താനെ ശരീരം അത് റിക്കവർ ചെയ്യുന്ന സമയം കൊണ്ട് ഇതുകൊണ്ടാണ് എന്ന് പറയുക. ഉദാഹരണത്തിന് ജലദോഷത്തെക്കുറിച്ച് പറയാറുണ്ടല്ലോ. ജലദോഷം ചികിത്സിച്ചാൽ ഒരാഴ്ച കൊണ്ടുപോകും, ചികിത്സിച്ചില്ലെങ്കിൽ 7 ദിവസം വേണ്ടി വരും. അത് ആലോചിച്ചാൽ മതി. പല സ്ഥലങ്ങളിലും ശരീരത്തിന് ഇങ്ങനെ ചികിത്സിക്കാൻ കഴിയും. പിന്നെ മരിക്കാൻ സാധ്യതയുള്ള സീരിയസ് അസുഖങ്ങളുള്ള ആളുകൾ പോകുന്നത് മോഡേൺ മെഡിസിൻ മോഡേൺ മെഡിസിൻ പിന്തുടരുന്ന ഹോസ്പിറ്റലുകളിലേക്കാകുമ്പോൾ മരണസാധ്യത കൂടുതലുള്ളതും അവിടെ തന്നെയാണ്. മൊത്തം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മരണത്തിൻ്റെ എണ്ണം അവിടെ കൂടുന്നതിൻ്റെ കാരണം അടിസ്ഥാനപരമായി ഇതാണ്. ഒരു ഹോസ്പിറ്റൽ നടത്തുന്നത് ഒരു മരുന്ന് മാഫിയയാണെങ്കിൽ പോലും, അവർക്ക് രോഗികളോട് ദേഷ്യമാണെങ്കിൽ പോലും, രോഗികൾ അവിടെ കിടന്ന് മരിക്കുന്നത് ഈ ബിസിനസ്സിന് നല്ലതല്ല. അപ്പോൾ ഈ ആരോപിക്കപ്പെടുന്ന
ബിസിനസ് ഇൻട്രസ്റ്റുകളാണ് ഹോസ്പിറ്റലുകളെ നിയന്ത്രിക്കുന്നതെങ്കിൽ പോലും രോഗികൾ മരിക്കാതിരിക്കാൻ തന്നെയാണ് എല്ലാവരും ശ്രമിക്കുക എന്ന് നമ്മൾ ഓർമ്മയിൽ വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ പറയുന്ന പലതരം തെറ്റിദ്ധാരണകളും മറ്റ് വിഷയങ്ങൾ, നൈതിക പ്രശ്നങ്ങൾ കൊണ്ടുള്ള ആരോപണങ്ങളും ഒന്നും കൊണ്ട് ഇതര ചികിത്സകൾ അശാസ്ത്രീയമാണ് എന്ന കാര്യത്തെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ കഴിയില്ല. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ ചോദിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. അപ്പോഴും പല ആളുകളും നിഷ്കളങ്കമായി ചോദിക്കാറുണ്ട്, എന്നാൽ എങ്ങനെയാണ് ഈ മരുന്ന് ഫലിക്കുന്നത്? അതായത് അശാസ്ത്രീയമാണെന്ന് നിങ്ങൾ പറയുന്ന ഈ മരുന്നുകൾ എങ്ങനെയാണ് ഫലിക്കുന്നത്? ഒരുപാട് പേർക്ക് ഇത് കഴിച്ചിട്ട് രോഗശാന്തി കിട്ടുന്നുണ്ടല്ലോ. കിട്ടുന്നുണ്ടാകാം. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മരുന്ന് കഴിച്ചിട്ട് രോഗം മാറി എന്ന് പറയുന്നതും മരുന്ന് കഴിച്ചത് കൊണ്ട് രോഗം മാറി എന്ന് പറയുന്നതും പറയുമ്പോൾ ഒരുപോലെ തോന്നുമെങ്കിലും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഞാൻ മരുന്ന് കഴിച്ചു, അല്ലെങ്കിൽ മരുന്ന് എന്ന് ഞാൻ വിളിക്കുന്ന ഒരു വസ്തു ഞാൻ അകത്തേക്ക് എടുത്തു, എൻ്റെ അസുഖം മാറി. ഞാൻ ഈ അകത്തേക്ക് എടുക്കുന്ന വസ്തുവാണ് എൻ്റെ അസുഖം മാറാൻ കാരണമായത് എന്ന വാദം വളരെ വളരെ സ്ട്രോങ് ആയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം പറയേണ്ട ഒന്നാണ്. ശരീരം എൻ്റേതായിരിക്കാം, പക്ഷേ എൻ്റെ ശരീരത്തിൽ രോഗമോ ചികിത്സയോ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ഞാനാണ് ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അസുഖം വരുമ്പോൾ ഒരു ഡോക്ടറെ കാണാൻ പോകേണ്ട ആവശ്യമേ ഇല്ലല്ലോ. ഞാൻ തന്നെ അങ്ങ് ചികിത്സിച്ചാൽ പോരെ. അതായത് സ്വന്തം ശരീരമാണെങ്കിൽ പോലും ശരീരത്തെക്കുറിച്ചിട്ടുള്ള അറിവ് നിങ്ങൾ സ്വതന്ത്രമായി കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുക്കേണ്ടതാകുന്നു. നിങ്ങളുടേതാണ് എന്നുള്ളത് കൊണ്ട് രോഗം എങ്ങനെ മാറി എന്നതിൻ്റെ ഫൈനൽ വേർഡ് നിങ്ങളുടേതല്ല എന്നാണ് ഈ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മരുന്ന് കഴിച്ചത് കൊണ്ട് രോഗം മാറി എന്ന് പറയാനുള്ള കാരണങ്ങളുണ്ടോ, തെളിവുകളുണ്ടോ എന്ന് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. പല ഈ ഇതര ചികിത്സകളുടെയും മരുന്ന് കഴിച്ചു കഴിഞ്ഞിട്ട് രോഗം മാറിയ അനുഭവങ്ങളുണ്ടാകാം. കാരണം രോഗം മാറുക എന്ന് പറയുന്നത് പല രീതിയിൽ സംഭവിക്കാവുന്ന ഒന്നാണ്. ഈ മോഡേൺ മെഡിസിനിലെ ആൻറ്റിബയോട്ടിക്കുകളും ഇന്ന് ഈ കഴിക്കുന്ന ടാബ്ലറ്റുകളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പും രോഗം വരുന്ന ആളുകൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. അന്നും രോഗം വരുന്ന എല്ലാവരും മരിക്കുമായിരുന്നില്ല. രോഗം ചികിത്സിച്ച് മാറുന്ന, രോഗം മാറ്റിയെടുക്കുന്നതിന് ശരീരത്തിൻ്റെതായ മാർഗ്ഗങ്ങളുണ്ട്. നമ്മൾ അവയെ സെൽഫ് ലിമിറ്റിംഗ് ഡിസീസസ് എന്ന് വിളിക്കാറുണ്ട്. അതായത് പല രോഗങ്ങൾക്കും സ്വയം കറക്ഷൻ ഉണ്ടാകും ശരീരത്തിൽ. സെൽഫ് ലിമിറ്റിംഗ് ഡിസീസസ് ആണ്. ശരീരത്തിന് അല്പം സമയം കൊടുത്താൽ ശരീരം അത് കറക്റ്റ് ചെയ്യും. പക്ഷേ ചിലപ്പോൾ, ഉദാഹരണത്തിന് രോഗാണുബാധ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ആ രോഗാണുബാധയെ തടയാൻ ശ്രമിക്കും, ആ രോഗാണുക്കളെ കൊല്ലാൻ ശ്രമിക്കും. ആ രോഗാണുക്കളെ കൊല്ലാനുള്ള ശ്രമത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ശരീരത്തിൻ്റെ താപനില ഉയർത്തുക എന്ന് പറയുന്നത്. അതാണ് നമ്മൾ പനി എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് പനി രോഗമല്ല, രോഗലക്ഷണമാണ് നമ്മൾ പറയുന്നത്. രോഗാണുവിനെ ചൂട് കൂട്ടിച്ച് പുകച്ച് പുറത്തിയടിക്കാനുള്ള ശരീരത്തിൻ്റെ ഒരു ടെക്നിക്കാണ് പനി എന്ന് പറയുന്നത്. പക്ഷേ ആ രോഗാണു ഏതാണ്, അത് എങ്ങനെയാണ് ശരീരത്തിൽ പ്രവർത്തിക്കാൻ പോകുന്നത്, അതെന്തൊക്കെ അനന്തരഫലങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളതിന് എല്ലാ രോഗാണുവിനും ഒരു ഉത്തരമല്ല. ചില രോഗാണുക്കളെ ശരീരത്തിന് കൈകാര്യം ചെയ്യാൻ കഴിയാതെ വന്നേക്കാം. അപ്പോൾ നിങ്ങൾ മരുന്ന് കഴിക്കേണ്ടി വന്നേക്കാം. അവിടെ എന്താണ് അസുഖമെന്ന അറിവ് പ്രധാനപ്പെട്ടതാകുന്നു. അത് എൻ്റെ ശരീരത്തിലാണ് വന്നെന്നുള്ളതുകൊണ്ട് അതിൻ്റെ അവസാന വാക്ക് എൻ്റേതല്ല, അതിന് എക്സ്പെർട്ടീസ് ഉള്ള ഒരാളുടേതാണ്. അപ്പോൾ പലപ്പോഴും നമ്മളൊരു സെൽഫ് ലിമിറ്റിംഗ് ഡിസീസ് വരുമ്പോൾ അതിന് നമ്മളൊരു ഇതര ചികിത്സയുടെ സഹായം തേടിയേക്കാം. ഇപ്പോൾ ജലദോഷത്തിന് ഞാൻ എല്ലാ ദിവസവും 2 തുള്ളി കട്ടൻ ചായ മരുന്നായിട്ട് ഉപയോഗിക്കുന്നു എന്ന് വിചാരിച്ചോളൂ. ഒരാഴ്ച കഴിയുമ്പോൾ എൻ്റെ ജലദോഷം മാറും. എനിക്ക് അവകാശപ്പെടാമോ കട്ടൻ ചായ ജലദോഷം ചികിത്സിക്കാനുള്ളൊരു മരുന്നായിട്ട് ഉപയോഗിക്കാമെന്ന്? കാരണം കട്ടൻ ചായ ഞാൻ കുടിച്ചു എന്നുള്ളതും സത്യമാണ്, ജലദോഷം മാറി എന്നുള്ളതും സത്യമാണ്. പക്ഷേ കട്ടൻ ചായ കുടിച്ചത് കൊണ്ടാണ് ജലദോഷം മാറിയത് എന്നതിന് വേറെ തന്നെ തെളിവ് ആവശ്യമായിട്ട് വരും. ഇനി മറ്റൊരു കാര്യം പ്രസക്തമായിട്ടുള്ളത്, ഈ റിഗ്രഷൻ ടു ദ മീൻ എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. അത് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിനോമിനാണ്. അതായത് ഈ മാറാൻ സാധ്യത, ഫ്ലക്ച്വേറ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അവയ്ക്ക് എപ്പോഴും ഒരു മാക്സിമവും ഒരു മിനിമവും ഒരു നോർമൽ അവസ്ഥയൊക്കെ ഉണ്ടാകും. അപ്പോൾ ഒരു മാക്സിമം അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ, അത് കൂടി മാക്സിമം അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അത് കുറയാനാണ് പോകുന്നത്. കാരണം അതുകൊണ്ടാണ് നമ്മൾ അതിനെ മാക്സിമം അവസ്ഥ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ മാക്സിമം അവസ്ഥയിൽ, ഇപ്പോൾ ഒരു അസുഖാവസ്ഥയുടെ മാക്സിമം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ഒരാൾ ചികിത്സ എടുക്കാൻ തീരുമാനിക്കുന്നത്. പക്ഷേ അത് നാച്ചുറലി ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള രോഗാവസ്ഥയാണെങ്കിൽ അവിടെ നിന്ന് താഴേക്ക് വരാനാണ് പോകുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ എടുത്ത ചികിത്സ എന്ത് തന്നെ ആയാലും അത് കാരണമാണ് ഈ രോഗം കുറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അത് നാച്ചുറലി കുറയുന്നതാകാം. ഇപ്പോൾ നമ്മൾ നല്ല മഴയുള്ള ദിവസം കളക്ടർ പിറ്റേ ദിവസം അവധി പ്രഖ്യാപിക്കും, പക്ഷെ അന്ന് മഴ കാണില്ല. നമ്മൾ കുറ്റം പറയാം, കളക്ടർ അവധി പ്രഖ്യാപിച്ചാൽ അന്ന് മഴ പെയ്യില്ല, നമ്മൾ പലപ്പോഴും തമാശയായിട്ട് പറയാറുണ്ട്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? കാരണം മഴ കൂടി മഴയുടെ മാക്സിമം അവസ്ഥയിൽ എത്തുമ്പോഴായിരിക്കും ചിലപ്പോൾ കളക്ടർക്ക് അവധി പ്രഖ്യാപിക്കേണ്ട ആവശ്യം ഫീൽ ചെയ്യുന്നത്. പക്ഷേ അത് അതിൻ്റെ മാക്സിമം അവസ്ഥയായതുകൊണ്ട് പിറ്റേന്ന് മഴ കുറയാനാണ് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവധി പ്രഖ്യാപിച്ച് കഴിയുമ്പോഴത്തേക്ക് മഴ താഴേക്ക് പോകും. അപ്പോൾ അവധി പ്രഖ്യാപിക്കുന്നതുകൊണ്ടല്ല ഈ മഴ താഴേക്ക് പോകുന്നത്.
അപ്പോൾ സെൽഫ് ലിമിറ്റിംഗ് ആയിട്ടുള്ള അവസ്ഥകളിലോ ഒരു അസുഖത്തിൻ്റെ നാച്ചുറൽ ഫ്ലക്ച്വേഷൻ്റെ മാക്സിമം അവസ്ഥയിലോ ഒക്കെ മരുന്നുകൾ ഫലിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. ആ മരുന്ന് തന്നെയാണ് ആ അസുഖം മാറ്റിയത് എന്നതിന് നമുക്ക് തെളിവുകൾ ഉണ്ടാകേണ്ട ആവശ്യമുണ്ട്. അത് നമ്മുടെ തോന്നലോ നമ്മുടെ അനുഭവമോ മാത്രം പോരാ എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. മറ്റൊരു വാക്ക് പൊതുവിൽ കേട്ടിട്ടുണ്ടായിരിക്കും, അത് പ്ലസീബോ എഫക്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഈ രോഗത്തിൻ്റെ നമുക്ക് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് അതൊരു ഫിസിക്കലായിട്ടുള്ള അവസ്ഥ മാത്രമല്ല, അതിനകത്തൊരു സൈക്കോളജിക്കൽ കമ്പോണൻ്റ് ഉണ്ട്. അതായത് നമുക്കിപ്പോൾ ശരീരത്തിലെ സ്വാഭാവികമായിട്ട് നടക്കേണ്ട ചില കാര്യങ്ങൾ മറിക്കപ്പെടുമ്പോഴോ ശാരീരിക സ്വാഭാവിക പ്രവർത്തനങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴോ ഒക്കെയാണല്ലോ നമുക്ക് അസുഖം വന്നു അല്ലെങ്കിൽ രോഗമായി എന്ന് നമ്മൾ പറയുന്നത്. നമുക്കത് അനുഭവപ്പെടുന്നത് നമുക്കതൊരു ബുദ്ധിമുട്ടായി മാറുമ്പോഴാണ്. നമുക്ക് പെയിൻ ഉണ്ടാകുമ്പോഴോ ചൊറിച്ചിലുണ്ടാകുമ്പോഴോ തലചുറ്റലുണ്ടാകുമ്പോഴോ ഊർജ്ജമില്ലാതെ തോന്നുമ്പോഴോ ഇങ്ങനെ പല ബുദ്ധിമുട്ടുകളുള്ളതുകൊണ്ടാണ് നമുക്കതൊരു രോഗമാണ് എന്നും അതൊരു പ്രശ്നമാണ് എന്നും അതിനൊരു പരിഹാരം ഉണ്ടാകേണ്ടതുണ്ട് എന്നും നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഇവിടെ ഈ ബുദ്ധിമുട്ടിന് ഒരു സൈക്കോളജിക്കൽ ആസ്പെക്റ്റ് ഉണ്ട്. എല്ലാവരും ഒരേപോലെ അല്ല ഒരേ അവസ്ഥകളെ ബുദ്ധിമുട്ടായിട്ട് കാണുന്നത്. ഇപ്പോൾ ചില ആളുകൾക്ക് ഒരു മുറിവുണ്ടാക്കുന്ന പെയിൻ അസഹ്യമായിരിക്കും, ചില ആളുകൾക്ക് ആ മുറിവ് കുറച്ചുകൂടി മാനേജബിൾ ആയിരിക്കും. പക്ഷെ രണ്ടുപേർക്കുമുള്ള മുറിവ് ഒന്ന് തന്നെ ആയിരിക്കാം. ഇനി ഇതിൻ്റെ മറുവശം എന്ന് പറയുന്നത് ഈ രോഗത്തെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ ഈ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമായിട്ട് എന്തോ ചെയ്തിട്ടുണ്ട് എന്നും അത് ഫലിക്കാൻ പോകുന്ന ഒന്നാണ് എന്നുമുള്ള ഉറപ്പ് നമുക്ക് ആശ്വാസം തരും. അതൊരു സൈക്കോളജിക്കൽ വെൽബീയിങ് ആണ്. അതിനെയാണ് നമ്മൾ പൊതുവെ പ്ലസീബോ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പനി കാരണം ബുദ്ധിമുട്ടുന്ന സമയത്ത് എന്തോ ഒരു ഇൻഫെക്ഷനാണ്, പനി കാരണം ബുദ്ധിമുട്ടുന്ന നമ്മളൊരു ഡോക്ടറെ പോയി കാണുന്നു. ഡോക്ടർ ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് എന്ന് പറഞ്ഞൊരു മരുന്ന് എഴുതി തരുന്നു. ആ മരുന്ന് നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങുന്നു, വീട്ടിൽ വരുന്നു. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ മരുന്ന് നമ്മൾ കഴിച്ചിട്ടില്ലെങ്കിൽ പോലും വീട്ടിലെത്തുമ്പോൾ നമുക്ക് ആശ്വാസം തോന്നും, നമ്മൾ മരുന്ന് കഴിച്ചിട്ടില്ല. പക്ഷെ എന്താണ്, നമ്മുടെ മനസ്സിന് നമുക്കറിയാം, നമ്മൾ ഡോക്ടറെ കണ്ടു, ആ ഡോക്ടറുടെ പെരുമാറ്റത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായി, ഡോക്ടർ രോഗം മനസ്സിലാക്കി, അതിനുള്ള ചികിത്സ അദ്ദേഹം കോൺഫിഡൻസോട് തന്നിട്ടുണ്ട്, നമ്മൾ ആ മരുന്ന് വാങ്ങിക്കഴിഞ്ഞു, തിങ്സ് ആർ അണ്ടർ കൺട്രോൾ എന്നൊരു ഫീൽ നമുക്ക് ഉണ്ടാകുന്നതോടുകൂടി നമ്മുടെ ബുദ്ധിമുട്ട് കുറയാൻ തുടങ്ങും. അപ്പോൾ പലപ്പോഴും ഇതൊരു മരുന്ന് ഫലിക്കുന്നൊരു ഫീലിംഗ് ഉണ്ടാക്കും. അപ്പോൾ രോഗത്തിൻ്റെ ശാസ്ത്രത്തെക്കുറിച്ചോ ചികിത്സയുടെ ശാസ്ത്രത്തെക്കുറിച്ചോ അറിയാതിരിക്കുന്ന ഒരാൾക്ക് ഈ ചികിത്സകനിൽ ഉണ്ടാകുന്ന ഒരു ട്രസ്റ്റ് ഉണ്ട്. അത് നമുക്ക് രോഗ അവസ്ഥ കുറഞ്ഞതായിട്ട് ഫീൽ ചെയ്യും. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഇതിൽ ഇതര ചികിത്സകൾക്ക് കൂടുതൽ മേൽക്കൈ കിട്ടുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മളൊരു സർക്കാർ ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ രോഗികളുടെ നീണ്ട ക്യൂ ആയിരിക്കും. അതായത് നോർമലി ഒരു രോഗം മനസ്സിലാക്കി ചികിത്സ എന്തുകൊണ്ടാണ് ആ രോഗം വന്നതെന്ന് രോഗിയെ പറഞ്ഞ് മനസ്സിലാക്കി മരുന്ന് കൊടുത്ത് പറഞ്ഞ് കൃത്യമായ ഒരു കൗൺസിലിങ്ങിൻ്റെ ഫലം ഉണ്ടാക്കാൻ ഒരു മോഡേൺ മെഡിസിൻ പിന്തുടരുന്ന ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടർക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അത് പ്രായോഗിക പരിമിതിയാണ്. സർക്കാർ ഹോസ്പിറ്റലുകളിലെ നീണ്ട ക്യൂ കണ്ട് ശീലിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് മനസ്സിലാവും. അപ്പോൾ അവിടെ ചിലപ്പോൾ രോഗി, ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ അമ്മമ്മയൊക്കെ പണ്ട് വന്ന് ആ ഡോക്ടർ നേരെ ചികിത്സിച്ചില്ല, കുഴൽ വെച്ച് നോക്കിയില്ല, അതായത് അദ്ദേഹം സ്റ്റെതസ്കോപ്പ് ഉപയോഗിച്ചില്ല എന്നൊക്കെ പരാതി പറയുന്നത്. അതായത് ആ ഡോക്ടറിൽ അമ്മമ്മയ്ക്ക് വിശ്വാസക്കുറവ് വരുന്നു. അതൊരു സൈക്കോളജിക്കൽ ഫീലിംഗ് ആണ്. ഇതൊരു അതൃപ്തി നമുക്കുണ്ടാക്കും. പക്ഷേ ഈ തിരക്കൊന്നുമില്ലാത്ത, ഇങ്ങനെ ലോങ് ക്യൂ ഇല്ലാത്ത ഒരു ഇതര ചികിത്സകൻ്റെ അടുത്ത് നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹം ചിലപ്പോൾ നിങ്ങളോട് വളരെ ലോങ് ആയിട്ട് സംസാരിക്കും, നിങ്ങളുടെ പ്രശ്നം അനുഭാവപൂർവ്വം കേട്ടേക്കും, വളരെ സൗഹാർദ്ദപൂർവ്വം അനുഭാവത്തോടുകൂടി നിങ്ങളോട് പെരുമാറും. ഇത് നിങ്ങൾക്ക് വല്ലാത്തൊരു വെൽബീയിങ് തോന്നിക്കും. ഇത് നിസ്സാരമായ അസുഖങ്ങളാണെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങളിത് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നിങ്ങൾക്ക് മരുന്ന് കഴിക്കേണ്ട ആവശ്യം വരുന്നില്ല, നിങ്ങൾക്ക് സൈക്കോളജിക്കലി ഫീലിംഗ് ബെറ്റർ എന്നൊരു അവസ്ഥ ഉണ്ടാകും. അപ്പോൾ പല രീതിയിൽ ഈ പ്ലാസിബോ ഇഫക്റ്റ് അവിടെ പ്രവർത്തിച്ചേക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള പ്ലാസിബോ ഇഫക്റ്റും ഈ ആൾട്ടർനേറ്റീവ് മെഡിസിൻസ് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തോന്നലുണ്ടാക്കാൻ കാരണമാകും. ഇനി അതിൻ്റെ ഒരു പിന്തുടർച്ച പോലെ മനസ്സിലാക്കേണ്ടത് ടെസ്റ്റിമോണിയൽസിൻ്റെ ഇഫക്റ്റാണ്. അതായത് നമ്മൾ ഈ അനുഭവ സാക്ഷ്യങ്ങൾ, നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. മോഡേൺ മെഡിസിൻ കൈവിട്ട, മരിക്കുമെന്ന് ഉറപ്പിച്ച ഒരു രോഗിയെ ചികിത്സിച്ച് ഭേദമാക്കിയ ഈ ഇതര ചികിത്സകർ, മന്ത്രവാദി, ഇങ്ങനെ പല ആളുകളുടെയും കഥകൾ നമ്മുടെ നാട്ടിലുണ്ടാവും. എങ്ങനെയാണ് ഈ കഥകൾ പോപ്പുലർ ആകുന്നത്? ഇതെല്ലാം ഈ ടെസ്റ്റിമോണിയൽസാണ്. അതായത് ഒരാളുടെ അനുഭവം, ഞാനൊരു രോഗിയാണെന്ന് കരുതിക്കോളൂ, ഞാൻ ഒരുപാട് ചികിത്സാ രീതികൾ അവലംബിച്ചിട്ടും എനിക്ക് ആ രോഗത്തിൽ നിന്ന് മുക്തി കിട്ടിയില്ല. അവസാനം എനിക്ക് തന്നെ ഒരു ഇതര ചികിത്സകൻ്റെ അടുത്തേക്ക് പോകാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ എങ്ങനെയോ എൻ്റെ അസുഖം മാറി. സ്വാഭാവികമായിട്ടും ഇതെന്നെ ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ എനിക്ക് സർപ്രൈസ് ഉണ്ടാക്കുന്ന, അതേസമയം എനിക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന ഒരു അനുഭവമാണ്. ഇത് ഞാൻ ഉറപ്പായിട്ടും 10 പേരോട് ഉടനെ പറയും. ഈ 10 പേർക്കും ഇത് പോസിറ്റീവായിട്ടുള്ള അനുഭവമാണ്, അവർക്കും ഇത് 10 പേരോട് പറയണമെന്ന് തോന്നും. ഈ ഒരു വാർത്ത വളരെ പെട്ടെന്ന് പരക്കും. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കഥകൾ എൻ്റെ പരിചയത്തിലുള്ള ഒരാൾക്ക്, ഈ പരിചയത്തിലുള്ള ഒരാളിനെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ പരിചയത്തിലുള്ള ആളിൻ്റെ പരിചയക്കാർക്കാണ് ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാകുക. ചിലപ്പോൾ 10 പേര് പറയുന്ന പരിചയമുള്ള കഥ ഒരേ ആളിൻ്റെ തന്നെ ആകാനും സാധ്യതയുണ്ട്. ഈ ടെസ്റ്റിമോണിയൽസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. ഇനി ഈ നേരത്തെ പറഞ്ഞതുപോലെ ഗൗരവതരമായിട്ടുള്ള അസുഖങ്ങൾക്ക് അതാണല്ലോ വണ്ടർ ഇഫക്റ്റ് കൂടുതലുള്ളത്. മോഡേൺ മെഡിസിൻ കൈവിട്ടത് എന്നാണ് പലപ്പോഴും അതിനോടൊപ്പം പറയുന്ന വാക്ക്.
ഗുരുതരമായിട്ടുള്ള അസുഖങ്ങൾ, ടെർമിനൽ ഡിസീസ് ഉള്ള ആളുകളെ ചികിത്സിച്ച് ഭേദമാക്കിയ നോക്കിക്കോളൂ, 100 പേരെ റോങ് ഡയഗ്നോസിസോ ചികിത്സ സ്ലോ ആയിട്ട് പ്രവർത്തിച്ചതുകൊണ്ടോ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാകാം. അപ്പോൾ 100 ടെർമിനൽ രോഗികൾ ഒരു വ്യാജ ചികിത്സകൻ്റെ അടുത്ത് ചെല്ലുന്നു വിചാരിച്ചോളൂ. അതിൽ 95 പേരും മരണപ്പെടുന്നു, 5 പേർ എങ്ങനെയോ രക്ഷപ്പെടുന്നു, അല്ലെങ്കിൽ ഒരാൾ രക്ഷപ്പെടുന്നു എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ അവിടുത്തെ സക്സസ് എന്ന് പറയുന്നത് 1%. ആ 1% പേര് അത് പല രീതിയിൽ സംഭവിക്കാം. ഒന്ന്, അദ്ദേഹത്തിൻ്റെ അതിനു മുമ്പ് ചെയ്തിട്ടുള്ള മോഡേൺ മെഡിസിൻ കൈവിട്ടു എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കണം, അദ്ദേഹം മോഡേൺ മെഡിസിൻ പലതവണ ഉപയോഗിച്ച് കഴിഞ്ഞ ആളാണ്. ആ മരുന്നുകൾ പതിയെ ഫലിച്ചതാകാം. അല്ലെങ്കിൽ അതിനു മുമ്പ് ആദ്യം ചെയ്ത പല ചികിത്സകളും ഒരു പക്ഷേ റോങ് ഡയഗ്നോസിസിൻ്റെ പുറത്ത് ചെയ്യപ്പെട്ടവയാകാം. അവസാനം ചെയ്ത ചികിത്സ മാത്രമായിരിക്കും ശരിയായ ഡയഗ്നോസിസിൻ്റെ പുറത്ത് നൽകപ്പെട്ടത്. അങ്ങനെ പല സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ റാൻഡമായി ശരീരം പല രീതിയിൽ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന കൂട്ടത്തിൽ ഈ ഒരു ചെറിയ ശതമാനം സാധ്യതയുള്ള ഒരാളാണ് അദ്ദേഹം എന്ന് കരുതിക്കോളൂ. അദ്ദേഹത്തിൻ്റെ രോഗചികിത്സ, അദ്ദേഹത്തിൻ്റെ രോഗം മാറി. എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്? അദ്ദേഹം ആ സന്തോഷത്തിൻ്റെ പുറത്ത് പരമാവധി ആളുകളുടെ ഇത് പറയും. പക്ഷേ ഈ 99 പേരോ, മരിച്ചുപോയ 99 പേരുടെ കഥകൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അതാരും അറിയാൻ പോകുന്നില്ല. അവർ മരിച്ചു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കഥ അവിടെ അവസാനിക്കുന്നു. ഇനി അവരുടെ രോഗം മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രത്യേക ചികിത്സകൻ്റെ ചികിത്സ ഫലിച്ചില്ല എന്ന് പറയാനല്ല അവർ ശ്രമിക്കുക. മറിച്ച് ഫലിക്കുന്ന പുതിയൊരു ചികിത്സകനെ കണ്ടെത്താനുള്ള പരക്കം പാച്ചില്ലായിരിക്കും അവർക്ക് പബ്ലിസിറ്റി കൊടുക്കാൻ സമയം കിട്ടില്ല. അപ്പോൾ നമ്മൾ കേൾക്കാൻ സാധ്യതയുള്ള കഥകൾ പരാജയങ്ങളുടേതായിരിക്കുമോ വിജയത്തിൻ്റെതായിരിക്കുമോ? തീർച്ചയായിട്ടും പരക്കപ്പെടുന്ന, നമ്മളിലേക്ക് കേട്ട് കേൾവി പോലെ വരുന്ന കഥകൾ എപ്പോഴും വിജയത്തിൻ്റെ കഥകളായിരിക്കും. പക്ഷേ ആ ചികിത്സകൻ ചികിത്സിക്കുന്ന രോഗികൾ ഭൂരിഭാഗം പേർക്കും എന്ത് സംഭവിച്ചു എന്ന് പലപ്പോഴും നമ്മൾ അറിയാൻ പോലും പോകുന്നില്ല. അപ്പോൾ പല രീതിയിൽ ഇതര ചികിത്സകൾ ഫലിക്കുന്നതായിട്ടൊരു തോന്നൽ നമുക്ക് ചുറ്റും സൃഷ്ടിക്കപ്പെട്ടേക്കാം. അത് പല തെറ്റിദ്ധാരണകളുടെ പുറത്താണ്. ശരീരത്തെക്കുറിച്ചും ചികിത്സകളെക്കുറിച്ചും ശരീരധർമ്മത്തെക്കുറിച്ചും ഒക്കെയുള്ള പല തെറ്റിദ്ധാരണകളുടെയും പുറത്ത് നമുക്കറിയില്ല ഇതൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നുള്ളത്. ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നതിന് പിന്നിലുള്ള കാരണം വ്യക്തിപരമായൊരു കാരണമാണ്. അതായത് എൻ്റെ ശരീരത്തിൽ എനിക്കൊരു അസുഖാവസ്ഥ ഉണ്ടാകുമ്പോൾ അതെങ്ങനെ ഉണ്ടായി എന്ന് അറിയാനുള്ള എൻ്റെ നാച്ചുറലായിട്ടുള്ള ക്യൂരിയോസിറ്റി, അത് ശരിയായ രീതിയിൽ തന്നെ ചികിത്സിക്കപ്പെടണമെന്നും അതിൽ നിന്നും രക്ഷപ്പെടണമെന്നുമുള്ള കൺസേൺ, അതിൻ്റെ പുറത്താണ് രോഗങ്ങളെക്കുറിച്ചും രോഗചികിത്സയെക്കുറിച്ചും സയൻസിലൂടെ മനസ്സിലാക്കാൻ ഒരു ശ്രമം നടത്തുന്നത്. ആ അറിവുകൾ വളരെ പ്രസക്തമാണ്. ചിലപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഈ അറിവുകൾ സ്വന്തമാക്കാനും മനസ്സിലാക്കിയെടുക്കാനുമുള്ള സാവകാശം കിട്ടിയെന്ന് വരില്ല. ആ താല്പര്യമുള്ളവർക്കും സാവകാശം കിട്ടാത്തവർക്കും ആയിട്ടുള്ളവർക്ക് സഹായകരമായിക്കൊള്ളട്ടെ എന്ന ഒരു വിചാരത്തിൻ്റെ പുറത്തുകൂടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പങ്കുവെക്കുന്നത്. അതായത് ഇതെന്തെങ്കിലും തരത്തിലുള്ള അഡ്വക്കസി ആയിട്ട് തോന്നേണ്ട കാര്യമില്ല. കാരണം ഇത് പറയുമ്പോഴെല്ലാം ആളുകൾ ഒഫൻഡഡ് ആകുന്നതും ഞാൻ ബിഗ് ഫാർമയുടെ പൈസ വാങ്ങി അവർക്ക് വേണ്ടി എന്തോ കുഴലൂത്ത് നടത്തുകയാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ നിരന്തരം കേൾക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ആ ആരോപണങ്ങളിൽ പ്രത്യേകിച്ച് വിഷമമൊന്നുമില്ല. ആ ആരോപണങ്ങളുടെ പുറത്ത് ഞാൻ പറയുന്നതെല്ലാം ഇറലവൻ്റാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും വിഷയമേ അല്ല. എനിക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ അപ്പുറത്ത് ചേട്ടൻ പറയുന്ന അല്ലെങ്കിൽ എൻ്റെ മച്ചമ്പി പറഞ്ഞ എല്ലാവരും പറഞ്ഞു കേൾക്കുന്ന ദിവ്യനായിട്ടുള്ള ദിവ്യാത്ഭുതം കാണിക്കുന്ന അദ്ദേഹത്തിൻ്റെ മരുന്ന് മതി, അല്ലെങ്കിൽ ഇന്ന കപട ചികിത്സകൻ്റെ അല്ലെങ്കിൽ ഇന്ന ഇതര ചികിത്സകൻ്റെ മരുന്ന് മതി എന്ന് തീരുമാനിക്കാനുള്ള സർവ്വ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അപ്പോൾ ചില ആളുകൾ ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സർക്കാർ എങ്ങനെയാണ് ഇപ്പോഴും ഗവൺമെൻറ് തലത്തിൽ തന്നെ ഹോമിയോയും ആയുർവേദവും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടല്ലോ എന്ന് മറുപടി പറയാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ആതൻറ്റിക്കാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സർക്കാർ തന്നെയാണ് ബീവറേജസ് കോർപ്പറേഷൻ വഴി മദ്യവും വിൽക്കുന്നത് എന്ന കാര്യം കൂടി ഓർമ്മിക്കേണ്ടതുണ്ട്. സർക്കാരുകൾ എന്ന് പറയുന്നത് നമ്മളെപ്പോലുള്ള ജനാധിപത്യ രാജ്യങ്ങളിൽ നമ്മളെപ്പോലുള്ള മനുഷ്യരുടെ പ്രതിനിധികളാണ് സർക്കാരായി ഇരിക്കുന്നത്. നമ്മുടെ നാട്ടിലൊരു MLA എന്ന് പറയുന്നത് 2.5 ലക്ഷത്തിലധികം ആളുകളുടെ പ്രതിനിധിയാണ്. കാരണം ജനസംഖ്യയുടെ എത്ര ശതമാനമാണ് MLA-മാരുടെ എണ്ണം നോക്കൂ. അപ്പോൾ 2.5 ലക്ഷം പേർ ഒരു കാര്യം തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഒരു MLA അക്കാര്യം തിരിച്ചറിഞ്ഞതായി നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂ. അപ്പോൾ നമ്മുടെ ഭരണകർത്താക്കൾക്കും ഒക്കെ നമ്മൾ കൊണ്ട് നടക്കുന്ന അതേ അറിവില്ലായ്മകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റുകൾ എന്ന് പറയുന്നത് സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു റെക്കമെൻഡേഷൻ തരാൻ പോകുന്ന ഓതൻറ്റിക് ഏജൻസികളല്ല. അത് നമ്മളെ പ്രതിനിധീകരിക്കുന്ന, നമ്മൾ തന്നെ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഭരണ സംവിധാനങ്ങളാണ്. സർക്കാർ നിരോധിച്ചതിന് ശേഷം മാത്രമേ ഞാൻ ഇതര ചികിത്സകൾ നിർത്തൂ എന്ന നിലപാടാണ് നിങ്ങളുടെ എന്നുണ്ടെങ്കിൽ ഒരു ബെസ്റ്റ് ഓഫ് ലക്ക് പറയുന്നതിനപ്പുറം ഒന്നും എനിക്ക് നിങ്ങളോട് പറയാനില്ല. പക്ഷേ നിങ്ങൾക്കോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കോ ഒരു രോഗാവസ്ഥ വരുമ്പോൾ അതിൽ അവർ സ്വീകരിക്കുന്ന ചികിത്സ അവരെ ആ രോഗത്തിൽ നിന്നും രക്ഷപ്പെടുത്തുമെന്ന് ഉറപ്പുള്ളതാണോ എന്ന് ചിന്തിക്കേണ്ടതൊരാവശ്യമാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ രോഗങ്ങളെക്കുറിച്ചും രോഗികളെക്കുറിച്ചും മനസ്സിലാക്കേണ്ടത്, അതിൻ്റെ സയൻസ് മനസ്സിലാക്കേണ്ടത് ഒരാവശ്യമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. നിങ്ങളുടെ ഭാവി നിങ്ങളുടെ തന്നെ തീരുമാനങ്ങളാണ്. മറ്റൊരു വിഷയമായിട്ട് നമുക്ക് പിന്നെയും കാണാം. ബൈ.